തുടങ്ങാം. ഓക്കെ. ASMന്റെ 2-3 ജില്ലകളിലെ എക്സാം കഴിഞ്ഞ് അപ്പം അതിൽ ചോദിച്ച മിക്ക ക്വസ്റ്റ്യൻസും SCRT ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ അതിൽ ആ ക്വസ്റ്റ്യൻസും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഫാക്ട്സുമാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ സി ആണ്. കോഡ് സിയിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത് ആരെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ SK പൊറ്റക്കാട്, ബി EM ശങ്കരൻ നമ്പൂതിരിപ്പാട്, സി VS അച്യുതാനന്ദൻ, ഡി ഉറൂബ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ നമ്മുടെ SCRT ബേസ് ചെയ്ത് തന്ന ക്വസ്റ്റ്യൻ ആണ്. എന്താണ് 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചതാരാണ്? ആരാണ് അതിന്റെ ആൻസർ? EMS ആണ്. EMS നമ്പൂതിരിപ്പാട്. ഓക്കെ, അത് നമ്മുടെ അതായത് കഴിഞ്ഞ നമ്മുടെ മാറിയ പുസ്തകം ഉണ്ടല്ലോ, പഴയ പുസ്തകത്തിലെ സാമൂഹ്യ ശാസ്ത്രം 1 10ാം ക്ലാസ്സിലെ ഭാഗം 2 ഉള്ള സാധനമാണ് അതിനകത്ത് വന്നിട്ടുള്ളത്. ഐക്യ കേരളത്തിലേക്ക് എന്നാണ് ഹെഡിങ്. ഓക്കെ, നമുക്ക് അതിനകത്തുള്ള റിലേറ്റഡ് ഫാക്ട് എന്തൊക്കെയാണെന്ന് നോക്കാം. 1920 നാഗ്പൂരിൽ ചേർന്ന കോൺഗ്രസ് സമ്മേളനം. 1920 നാഗ്പൂരിൽ ചേർന്ന കോൺഗ്രസ് സമ്മേളനത്തിലെ ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ചു. അപ്പൊ 1920 INC സമ്മേളനം എവിടെ ചേർന്നു? നാഗ്പൂരിലാണ്. അപ്പൊ പ്രധാനമായിട്ട് അതിലുള്ള വിഷയം എന്തായിരുന്നു ചോദിച്ചാൽ എന്തായിരുന്നു? കോൺഗ്രസ് കമ്മിറ്റികൾ, ഭാഷാ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഇതിന്റെ ഫലമായിട്ട് 1921 ഏപ്രിൽ 23 മുതൽ 26 വരെ ഒറ്റപ്പാലത്ത് വെച്ച് എന്ത് നടന്നു? ഒന്നാം കേരള രാഷ്ട്രീയ സമ്മേളനം നടന്നു. ഒന്നാം കേരള രാഷ്ട്രീയ സമ്മേളനം 1921 ഏപ്രിൽ 21 മുതൽ 23 മുതൽ 26 വരെ നടന്നു. ആന്ധ്ര കേസരി എന്നറിയപ്പെടുന്ന ആരാണ്? ടി പ്രകാശം. അപ്പൊ ആന്ധ്ര കേസരി എന്നറിയപ്പെടുന്ന ടി പ്രകാശമായിരുന്നു ഇതിന്റെ അധ്യക്ഷൻ. എവിടെയാണ് നടന്നത്? ഒറ്റപ്പാലത്താണ്. 1921 ഏപ്രിൽ 23 മുതൽ 26 വരെയാണ്. ആന്ധ്ര കേസരി എന്നറിയപ്പെടുന്ന ടി പ്രകാശമായിരുന്നു ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനത്തിന്റെ അധ്യക്ഷനായിരുന്നത്. ഇതിനെ തുടർന്ന് അന്ന് നമുക്കറിയാം നമ്മുടെ കേരളം എന്ന് പറയുന്നത് 3 ഭാഗങ്ങളായിട്ട് വിഭജിച്ച് കിടക്കുകയായിരുന്നു. എങ്ങനെയാണ്? തിരുവിതാംകൂർ, കൊച്ചി, മലബാർ. അപ്പോൾ എന്താണ്? തിരുവിതാംകൂർ, കൊച്ചി, മലബാർ പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി നിലവിൽ വന്നു? കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി KPCC നിലവിൽ വന്നു. 1921 എന്താണ്? തിരുവിതാംകൂറും കൊച്ചി മലബാറും ചേർത്ത് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റികൾ എന്ത് ചെയ്തു? നിലവിൽ വന്നു. ഇനി ജവഹർലാൽ നെഹ്റുവിന്റെ അധ്യക്ഷതയിൽ കോൺഗ്രസ് സമ്മേളനം നടക്കുന്നുണ്ട്. അതെന്നാണ്? 1929 പയ്യന്നൂർ. അപ്പൊ 28 പയ്യന്നൂരില്. നമ്മളിതിപ്പോ INC അല്ല പറഞ്ഞത്, KPCC ആണ് പറഞ്ഞത്. 1928 നെഹ്റുവിന്റെ അധ്യക്ഷതയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ജവഹർലാൽ നെഹ്റുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനത്തിൽ സ്വാതന്ത്ര്യത്തിനു ശേഷം കേരളത്തെ ഒരു പ്രത്യേക സംസ്ഥാനമായി പുനഃസംഘടിപ്പിക്കണമെന്ന പ്രമേയം അവതരിപ്പിച്ചു. കേരളത്തെ എന്ത് ചെയ്യണം? ഒരു പ്രത്യേക സംസ്ഥാനമാക്കി പുനഃസംഘടിപ്പിക്കണം. അങ്ങനെ 1947 കേളപ്പൻ, ആരാണ്? കേളപ്പന്റെ അധ്യക്ഷതയിൽ തൃശ്ശൂരിൽ ചേർന്ന ഐക്യ കേരള കൺവെൻഷനിലും സ്വാതന്ത്ര്യപ്രാപ്തിക്കു ശേഷം ആലുവയിൽ വെച്ച് ചേർന്ന ഐക്യ കേരള സമ്മേളനത്തിലും ഐക്യ കേരള പ്രമേയം പാസ്സാക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ KPCC രൂപീകരിച്ചു. KPCCയുടെ സമ്മേളനങ്ങൾ ഇങ്ങനെ നടക്കുന്നുണ്ട്. അതിൽ 1947 ആരുടെ നേതൃത്വത്തിൽ? കേളപ്പന്റെ നേതൃത്വത്തിൽ എവിടെ നടന്നു? തൃശ്ശൂർ. ഇതൊക്കെ ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ തൃശ്ശൂരിൽ ചേർന്ന ഐക്യ കേരള കൺവെൻഷനിൽ സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷം ആലുവയിൽ വെച്ച് നടന്ന ഐക്യ കേരള സമ്മേളനത്തിലും എന്ത് പ്രമേയം പാസ്സാക്കി? എന്താണ്? ഐക്യ കേരളം എന്ന് പറയുന്ന ഒരു പ്രമേയം പാസ്സാക്കി. അങ്ങനെ ഇതേ തുടർന്ന് എന്നാണ് ഐക്യ കേരള നിലവിൽ വന്നത്? ഐക്യ കേരള പ്രസ്ഥാനം 1949 ജൂലൈ 1. ഇതേ തുടർന്നാണ് എന്ത് ചെയ്ത് ഐക്യ കേരള പ്രസ്ഥാനം നിലവിൽ വന്നത്? 1949 ജൂലൈ 1. അതായത് തിരുക്കൊച്ചി സമ്മേളനം നമ്മൾ പറയുന്നത്, തിരുക്കൊച്ചി സമ്മേളനം. അങ്ങനെ 1949 ജൂലൈ 1 തിരുവിതാംകൂറിനെയും കൊച്ചിയെയും സംയോജിച്ച് തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകരിച്ചു. ആരൊക്കെയാണ്? തിരുവിതാംകൂർ, കൊച്ചി. 1949 ജൂലൈ 1 തിരുക്കൊച്ചി രൂപീകരിച്ചു. മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണമെന്ന് EMS നമ്പൂതിരിപ്പാട് നമ്മുടെ ക്വസ്റ്റ്യൻ എവിടെ കിടപ്പുണ്ട്? 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി. അപ്പൊ എന്താണ്? മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി എന്ത് രൂപീകരിക്കണം? കേരളം രൂപീകരിക്കണമെന്ന് EMS നമ്പൂതിരിപ്പാട് അദ്ദേഹത്തിന്റെ 1.25 കോടി മലയാളികൾ എന്ന പുസ്തകത്തില് എന്ത് ചെയ്തു? അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് വന്നത്. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്ത് തന്നെയാണ് വന്നത്. അപ്പോൾ 1.25 കോടി മലയാളികൾ എങ്ങനെ, ആ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ഇതിനകത്ത് വന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ ഐക്യ കേരളത്തിലേക്ക് എന്നുള്ള ഒരു ഭാഗത്തിനകത്ത് നമ്മുടെ മലയാളം സംസാരിക്കുന്നവരെല്ലാവരും കൂടി ഉൾപ്പെടുത്തി കേരള സംസ്ഥാനം രൂപീകരിക്കണമെന്ന് EMS നമ്പൂതിരിപ്പാട് പറഞ്ഞത് അദ്ദേഹത്തിന്റെ 1.25 കോടി മലയാളികൾ എന്ന പുസ്തകത്തിലാണ്. ഇനി നോക്കിയോ, അങ്ങനെ തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്ന തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട് എന്നീ താലൂക്കുകൾ മദിരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തു.
എന്നിട്ട് എന്ത് ചെയ്തു, തെക്കൻ കർണാടകത്തിന്റെ ഭാഗമായിരുന്ന കാസർഗോഡ് ഹോസ്ദുർഗ് താലൂക്ക് കേരളത്തോട് കൂട്ടിച്ചേർത്തു. ഓക്കെ അല്ലേ? പിന്നെ ഐക്യ കേരള പ്രതിജ്ഞ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ടെക്സ്റ്റിൽ അതിന്റെ കൂടെ കൊടുത്തിട്ടുണ്ട്. ആരാണ് എഴുതിയത് ഐക്യ കേരള പ്രതിജ്ഞ? നമ്മൾ ഇതിന് മുന്നേ നോക്കിയിട്ടുണ്ട്. NV കൃഷ്ണവാര്യരാണ് കേട്ടോ. ആരാണ്? NV കൃഷ്ണവാര്യരാണ്. ഇതിൽ ആ ഫസ്റ്റ് സെന്റൻസ് ഒന്ന് ഓർത്ത് വെച്ചേക്കാം. മൂന്നായി മുറിഞ്ഞു കിടക്കും ഈ കേരളം ഒന്നാകുമെന്നായി പ്രതിജ്ഞ ചെയ്യുന്നു നാം. അത് ഐക്യ കേരള പ്രതിജ്ഞയാണ്. എഴുതാരാണ്? NV കൃഷ്ണവാര്യരാണ്. NV കൃഷ്ണവാര്യർ. ഓക്കെ അല്ലേ? അപ്പൊ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ എക്സ്പ്ലനേഷൻ ആണ് നമ്മളിപ്പോ ഇവിടെ പറഞ്ഞത്. 10ാം ക്ലാസ്സിലെ ചാപ്റ്ററിൽ നിന്നായിരുന്നു. അപ്പോൾ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 1 കോടി മലയാളികൾ എന്ന പുസ്തകം രചിച്ചത് ആരാണ്? EMS നമ്പൂതിരിപ്പാട്. ഓക്കെ അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചോ. അടുത്ത ഏതാണ്? ശുദ്ധി പ്രസ്ഥാനം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ശുദ്ധി പ്രസ്ഥാനം ഏത് പരിഷ്കരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടതാണ്? ശുദ്ധി പ്രസ്ഥാനം അല്ലേ? ഏതായിരിക്കും? ആര്യ സമാജം. അപ്പൊ ആര്യ സമാജം സ്ഥാപിച്ച ആരാണ്? സ്വാമി ദയാനന്ദ സരസ്വതി. ഇതും ഇതുപോലെ തന്നെയാണ്. എന്താണ്? നമ്മുടെ 10ാം ക്ലാസ്സിലെ സാമൂഹ്യ ശാസ്ത്രം 1-ലെ, അതായത് ഹിസ്റ്ററി ടെക്സ്റ്റ് ബുക്കിലെ ഭാഗം 1-ലുള്ള ക്വസ്റ്റ്യൻ ആണ്. ഭാഗം 1 എന്നുള്ളതാണ്. ഓക്കെ, അതിനകത്ത് നമുക്ക് കുറച്ച് പരിഷ്കരണ പ്രസ്ഥാനങ്ങളും അതിന്റെ പരിഷ്കർത്താക്കളും ആശയങ്ങളുമാണ് പഠിക്കാനുള്ളത്. നോക്കിയാലോ. ആദ്യം തന്നെ കൊടുത്തിട്ടുള്ളത് ഏതാണ്? ആര്യ സമാജമാണ്. ആര്യ സമാജം സ്ഥാപിച്ച ആരാണ്? സ്വാമി ദയാനന്ദ സരസ്വതി. വിഗ്രഹാരാധന, ശൈശവ വിവാഹം എന്നിവയെ എതിർത്തു. എന്നിട്ട് അദ്ദേഹം നമ്മുടെ ഈ ശുദ്ധി പ്രസ്ഥാനം എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? നമ്മുടെ ഈ ആര്യ സമാജത്തില് ഭാഗമായിട്ട് അദ്ദേഹം രൂപീകരിച്ച സംഭവമാണ് ഏത്? ഈ ശുദ്ധി പ്രസ്ഥാനം എന്ന് പറയുന്നത് കേട്ടോ. അടുത്ത രണ്ടാമത്തതാണ് ഏത്? രാമകൃഷ്ണ മിഷൻ. ഏതാണ്? രാമകൃഷ്ണ മിഷൻ. ആരാണ് സ്ഥാപിച്ചത്? സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. സ്വാമി വിവേകാനന്ദ. അല്ല, ഞാൻ അത് മുകളിൽ നിങ്ങോട്ട് വന്നു. സോറി. അപ്പൊ രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ച ആരാണ്? സ്വാമി വിവേകാനന്ദനാണ്. അതിന്റെ പ്രധാനപ്പെട്ട ആശയങ്ങൾ എന്തൊക്കെയായിരുന്നു? ജാതി വ്യവസ്ഥ, അനാചാരം എന്നിവയെ എതിർത്തു. പിന്നെ പ്രധാനമായിട്ടുള്ള 3 ആശയങ്ങളുണ്ട്, പഠിക്കണേ. സ്വാതന്ത്ര്യം, സമത്വം, സ്വതന്ത്ര ചിന്ത. ഏതൊക്കെയാണ്? സ്വാതന്ത്ര്യം, സമത്വം, സ്വതന്ത്ര ചിന്ത എന്നിവ എന്ത് ചെയ്തു? പ്രോത്സാഹിപ്പിച്ചു. ആര്? സ്വാമി വിവേകാനന്ദൻ. സ്വാതന്ത്ര്യം, സമത്വം, സ്വതന്ത്ര ചിന്ത ഏതിലൂടെ? രാമകൃഷ്ണ മിഷൻ. ഓക്കെ അല്ലേ? അടുത്ത 3ാമതാണ് അലിഗഡ് പ്രസ്ഥാനം. ആരാണ്? സയ്യിദ് അഹമ്മദ് ഖാൻ. ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ പുരോഗതിക്കായിട്ടാണ് വാദിച്ചത്. അപ്പൊ അലിഗഡ് പ്രസ്ഥാനം ആരാണ്? സയ്യിദ് അഹമ്മദ് ഖാൻ. അടുത്തതാണ് പ്രാർത്ഥനാ സമാജം. ആരാണ്? ആത്മാറാം പാണ്ഡുരംഗ്. പ്രാർത്ഥനാ സമാജം ആരാണ്? ആത്മാറാം പാണ്ഡുരംഗ്. മിശ്ര ഭോജനം, മിശ്ര വിവാഹം, വിധവാ പുനർവിവാഹം, സ്ത്രീകളുടെയും പിന്നോക്ക വിഭാഗങ്ങളുടെയും പുരോഗതി എന്നിവയ്ക്കായി നിലകൊണ്ടു. അടുത്താണ് തിയോസഫിക്കൽ സൊസൈറ്റി. ആരാണ്? ആനി ബെസന്റ് ആണ്. ഹിന്ദു മതത്തിന്റെ പുനരുദ്ധാരണത്തിനായി നിലകൊണ്ടതാണ് ഏത്? ഈ തിയോസഫിക്കൽ സൊസൈറ്റി. സ്ഥാപിച്ചത് ആരാണ്? ആനി ബെസന്റ്. അടുത്ത ഹിതകാരിണി സമാജം. വീരേശലിംഗം. ഹിതകാരിണി സമാജം ആരാണ്? വീരേശലിംഗം. വിധവാ പുനർവിവാഹത്തിനും സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനും വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? പ്രചാരണം നടത്തി. അടുത്ത സത്യശോധക് സമാജം. ആരാണ്? ജ്യോതിബ പൂലെ. ഏതാണ്? സത്യശോധക് സമാജം. ദുരാചാരങ്ങളെയും പുരോഹിത മേധാവിത്വങ്ങളെയും എതിർത്തു. പിന്നോക്ക വിഭാഗങ്ങൾക്കായി വിദ്യാലയങ്ങൾ ആരംഭിച്ചു. ആര്? ജ്യോതിബ പൂലെ. ഏതാണ് പ്രസ്ഥാനം? സത്യശോധക് സമാജം. അടുത്ത സ്വാഭിമാന പ്രസ്ഥാനം. ആര് രൂപീകരിച്ചു? രാമസ്വാമി നായ്ക്കർ. സ്വാഭിമാന പ്രസ്ഥാനം ആരാണ്? രാമസ്വാമി നായ്ക്കർ. ബ്രാഹ്മണ മേധാവിത്വത്തെയും ജാതി വ്യവസ്ഥയെയും എതിർത്തു. അടുത്തത് നമുക്ക് എല്ലാവർക്കും അറിയാം, ശ്രീനാരായണ ഗുരു. അപ്പൊ ഏതായിരിക്കും പ്രസ്ഥാനം? SNDP. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം ആര് സ്ഥാപിച്ചു? ശ്രീനാരായണ ഗുരു. ജാതി വ്യവസ്ഥയും ദുരാചാരങ്ങളെയും എതിർത്തു. പിന്നോക്ക വിഭാഗങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ പുരോഗതിക്കായി നിലകൊണ്ടു. അപ്പോ അതിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. അപ്പൊ ആര്യ സമാജം സ്ഥാപിച്ച ആരാണ്? സ്വാമി ദയാനന്ദ സരസ്വതി. രാമകൃഷ്ണ മിഷൻ സ്വാമി വിവേകാനന്ദൻ. അലിഗഡ് പ്രസ്ഥാനം സയ്യിദ് അഹമ്മദ് ഖാൻ. പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരംഗ്. തിയോസഫിക്കൽ സൊസൈറ്റി ആനി ബെസന്റ്. ഹിതകാരിണി സമാജം വീരേശലിംഗം. സത്യശോധക് സമാജം ജ്യോതിബ ഫൂലെ. സ്വാഭിമാന പ്രസ്ഥാനം രാമസ്വാമി നായ്ക്കർ. SNDP ശ്രീനാരായണ ഗുരു. സാമൂഹിക പരിഷ്കരണം എന്ന് പറഞ്ഞിട്ട് ഹെഡിങ്ങിൽ കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ. അതിനകത്ത് നമ്മുടെ രാജാറാം മോഹൻ റോയെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് രാജാറാം മോഹൻ റോയ് എന്ന് പറഞ്ഞ ആരാണ്? ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവാണ്. ആര്?
പിന്നെ എന്താണ് ജാതി വ്യവസ്ഥയെയും സതി എന്ന ദുരാചാരത്തെയും ശക്തമായി എതിർത്ത അദ്ദേഹം ബംഗാളിലാണ് എന്ത് സ്ഥാപിച്ചത്? ബ്രഹ്മസമാജം സ്ഥാപിച്ചത്. പിന്നെ വിവിധ ജാതികളായി വിഭജിക്കപ്പെട്ട അന്നത്തെ ഇന്ത്യൻ സമൂഹത്തിന്റെ സ്ഥാനത്ത് ഒരൊറ്റ ഇന്ത്യൻ സമൂഹം എന്ന ആശയം പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്ത് ശ്രമിച്ചത്. ഇത് ഇന്ത്യക്കാരിൽ രാജ്യസ്നേഹം വളരാനൊക്കെ ഉള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ 1850 പിന്നെ ഈശ്വരചന്ദ്ര വിദ്യാസാഗറിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. ബംഗാളിൽ ഈശ്വരചന്ദ്ര വിദ്യാസാഗർ വിധവകളുടെ പുനർവിവാഹത്തിനായി പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. എവിടെയാണ്? ബംഗാളിൽ. രണ്ടുപേരും ബംഗാളിൽ തന്നെയാണ്. നമ്മുടെ രാജാറാം മോഹൻ റോയ് എവിടെയായിരുന്നു? ബംഗാളിലായിരുന്നു. അദ്ദേഹത്തിന്റെ പരിശ്രമ ഫലമായാണ് 1856 ബ്രിട്ടീഷ് ഗവൺമെന്റ് ഹിന്ദു വിധവ പുനർവിവാഹ നിയമം പാസ്സാക്കിയത്. ആരുടെ പ്രയത്നഫലമായിട്ട്? ഈശ്വരചന്ദ്ര വിദ്യാസാഗറിന്റെ എന്താണ് പ്രവർത്തന ഫലമായിട്ട് 1856 ബ്രിട്ടീഷ് ഗവൺമെന്റ് എന്ത് ചെയ്തു? ഹിന്ദു വിധവ പുനർവിവാഹ നിയമം എന്ത് ചെയ്തു? പാസ്സാക്കി. അപ്പൊ ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻ ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞോ. അടുത്ത ക്വസ്റ്റ്യൻ 4ാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു. അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചത് ഏത് സമ്മേളനത്തിൽ വെച്ചാണ്? ഏത് സമ്മേളനത്തിലാണ് പൂർണ്ണ സ്വരാജ്? എല്ലാവർക്കും അറിയാന്നുള്ളതാണ്. ഏതാണ്? ലാഹോർ സമ്മേളനം അല്ലേ? കിട്ടിയില്ല? നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയില്ലേ? ലാഹോർ സമ്മേളനം 1900 ലാഹോർ സമ്മേളനം എന്നാണ് 1929. സെയിം പുസ്തകത്തിൽ നിന്ന് വന്ന, അതായത് ഇത് കഴിഞ്ഞ മാർച്ചിന് മുന്നേ ഉള്ള പുസ്തകമാണ് കേട്ടോ. അതിൽ നിന്ന് തന്നെ വന്ന അടുത്ത ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പൊ നമുക്ക് നോക്കാം. പൂർണ്ണ സ്വരാജ്യം സിവിൽ നിയമലംഘനം എന്നായിരുന്നു ഹെഡിങ്. പൂർണ്ണ സ്വരാജ്യം സിവിൽ നിയമലംഘനം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ വഴിത്തിരിവായിരുന്നു 1929 ഏത് സമ്മേളനം? ലാഹോർ സമ്മേളനം. ആരായിരുന്നു അധ്യക്ഷൻ? ജവഹർലാൽ നെഹ്റു. അതിന് തൊട്ട് മുന്നേ ഉള്ള 28 ആരായിരുന്നു? മോത്തിലാൽ നെഹ്റു ആയിരുന്നു. അപ്പൊ രണ്ടും കൂടി തിരിഞ്ഞു പോകരുത് കേട്ടോ. അപ്പൊ അച്ഛനും മകനും തൊട്ടടുത്ത സമ്മേളനങ്ങൾ വരുന്നു. 28 മോത്തിലാൽ നെഹ്റു, 29 ജവഹർലാൽ നെഹ്റു. അപ്പൊ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ വഴിത്തിരിവായിരുന്നു 1929 ലാഹോറിൽ വെച്ച് നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനം. ജവഹർലാൽ നെഹ്റു ആയിരുന്നു അധ്യക്ഷൻ. ഇനി ഈ സമ്മേളനത്തിലെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളത് പറഞ്ഞു നോക്കാം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം എന്താണെന്ന് പ്രഖ്യാപിച്ചു? പൂർണ്ണ സ്വരാജ്. അത് തന്നെയാണ് ക്വസ്റ്റ്യനും ചോദിച്ചിട്ടുള്ളത്. അപ്പോ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ്. എന്താണ് ഈ പൂർണ്ണ സ്വരാജ് എന്ന് പറഞ്ഞാൽ? സ്വാതന്ത്ര്യമാണ്. സ്വരാജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യം എന്നല്ല, സ്വാതന്ത്ര്യം എന്നാണ്. പൂർണ്ണ സ്വരാജ് എന്ന് പറഞ്ഞാൽ സമ്പൂർണ്ണ സ്വാതന്ത്ര്യം. അതാണ് ഈ പൂർണ്ണ സ്വരാജ് കൊണ്ട് അർത്ഥമാക്കുന്നത്. പിന്നെ ഒന്ന് പൂർണ്ണ സ്വരാജാണ്. അടുത്ത് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചു. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സിവിൽ നിയമലംഘനം ആരംഭിക്കാൻ തീരുമാനിച്ചു. ബ്രിട്ടീഷുകാരുടെ ജനവിരുദ്ധമായ സിവിൽ നിയമങ്ങളെ ലംഘിക്കുക എന്നതായിരുന്നു സിവിൽ നിയമലംഘന സമരം കൊണ്ട് ഗാന്ധിജി ഉദ്ദേശിച്ചത്. ഈ സമരത്തിന്റെ ഭാഗമായി ഗാന്ധിജി മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് ഗാന്ധിജി മുന്നോട്ട് വെച്ച ആവശ്യങ്ങളാണ് സിവിൽ നിയമലംഘനമായിട്ട് ബന്ധപ്പെട്ട്. ഒന്ന്, ഉപ്പ് നികുതി എന്ത് ചെയ്യുക? എടുത്തു കളയുക. ഉപ്പ് നികുതി എടുത്തു കളയുക. കൃഷിക്കാർക്ക് 50% നികുതി ഇളവ് നൽകുക. അപ്പൊ കൃഷിക്കാർക്ക് എന്ത് കൊടുക്കാം? 50% നികുതി ഇളവ് കൊടുക്കണം. വിദേശ വസ്ത്രങ്ങളുടെ ഇറക്കുമതിക്ക് ചുമത്തുന്ന നികുതി വർദ്ധിപ്പിക്കുക. വിദേശ വസ്തുക്കൾ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യൂലേ? അപ്പൊ അതിനുവേണ്ടി നമ്മൾ ചുമത്തുന്ന നികുതി എന്ത് ചെയ്യണം? കൂട്ടണം. നികുതി വർദ്ധിപ്പിക്കുക. രാഷ്ട്രീയ തടവുകാരെ എന്ത് ചെയ്യുക? വിട്ടയക്കുക. രാഷ്ട്രീയ തടവുകാരെ പിടിച്ചു വെച്ചിട്ടുള്ള രാഷ്ട്രീയ തടവുകാരെയൊക്കെ എന്ത് ചെയ്യുക? വിട്ടയക്കുക. അതുപോലെ സൈനിക ചെലവും ഉയർന്ന ഉദ്യോഗസ്ഥരുടെ ശമ്പളവും വെട്ടിക്കുറക്കുക. ഇവിടുത്തെ സൈനിക ചെലവൊക്കെ നോക്കിക്കൊണ്ടിരുന്ന ആരാണ്? നമ്മൾ ഇന്ത്യക്കാരല്ലേ. അപ്പോ സൈനിക ചെലവും ഉയർന്ന ഉദ്യോഗസ്ഥരുടെ ശമ്പളമൊക്കെ എന്ത് ചെയ്യണം? വെട്ടിക്കുറയ്ക്കണം. ഇന്ത്യക്കാരെ നിരീക്ഷിക്കുന്നതിനായി നിയോഗിച്ചിട്ടുണ്ടായിരുന്ന രഹസ്യ അന്വേഷണ വിഭാഗത്തെ എന്ത് ചെയ്യണം? പിരിച്ചുവിടണം. അവർ പിന്നെ നമ്മളെ നിരീക്ഷിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അതെന്ത് ചെയ്യുക? നമ്മളെ ഇന്ത്യക്കാരെ നിരീക്ഷിക്കാൻ വേണ്ടി നിയമിച്ചിരുന്നുള്ള ആ രഹസ്യ അന്വേഷണ സംഘത്തെ എന്ത് ചെയ്യുക? പിരിച്ചുവിടുക. തീരദേശ കപ്പൽ ഗതാഗതം ആരംഭിക്കുക. തീരദേശത്തോടുള്ള കപ്പൽ ഗതാഗതം എന്ത് ചെയ്യണം? ആരംഭിക്കണം. സമ്പൂർണ്ണ മദ്യ നിരോധനം നടപ്പിലാക്കുക. അപ്പൊ ഇതൊക്കെയാണ് ഈ സിവിൽ നിയമലംഘനത്തിലൂടെ ഗാന്ധിജി എന്ത് ചെയ്ത് മുന്നോട്ട് വെച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ആശയങ്ങൾ. അപ്പൊ ഇതൊക്കെ ഒന്ന് നോക്കുക. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ച സമ്മേളനം ഏതായിരുന്നു? ലാഹോർ കോൺഗ്രസ് സമ്മേളനം. ഓക്കെ അല്ലേ? ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ ഏതാണ്? അടുത്ത 5ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. തിരുവിതാംകൂർ ഭരണാധികാരിയായ മാർത്താണ്ഡവർമ്മ കർഷകരായ സൈനികർക്ക് അവരുടെ സേവന കാലഘട്ടത്തിൽ നൽകിയിരുന്ന നികുതി ഇളവ് ഏതു പേരിലാണ് അറിയപ്പെട്ടത്? ഓക്കെ. ഇത്
ഏത് ടെക്സ്റ്റ് ആണെന്ന് ചോദിച്ചാൽ ഏതാണ്? നമ്മുടെ സാമൂഹ്യ ശാസ്ത്രത്തിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇത് കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ള എന്ന് ചോദിച്ചാൽ നമ്മുടെ NCERT-യിൽ, അതായത് നമ്മുടെ +1 +2 നമുക്ക് എല്ലാവർക്കും ഒരു പുതിയ വാക്കായിരുന്നു അതിനകത്ത് ഇറയിലി എന്ന് പറയുന്നത്. മുന്നേ ടെസ്റ്റ് വായിച്ചിട്ടുള്ളവർക്കാണെങ്കിൽ അങ്ങനെയല്ല, ബാക്കിയെല്ലാം നമുക്ക് അറിയാം. പക്ഷെ അതുകൊണ്ട് എന്ത് ചെയ്തു, ഓട് വൺ ഔട്ട് എടുത്ത് അത് എഴുതാം. പക്ഷെ ഈ വാക്ക് അതുപോലെ നമ്മുടെ +1 ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം. മാർത്താണ്ഡവർമ്മ, അദ്ദേഹത്തിന്റെ ആദ്യത്തെ തിരുവിതാംകൂർ രാജാവാണ് ആര്? മാർത്താണ്ഡവർമ്മ. കാലഘട്ടം ചോദിച്ചാൽ 1729 മുതൽ 1758 വരെ, 58 വരെ. അപ്പൊ 1729 മുതൽ 1758 വരെ ആയിരുന്നു ആരുടെ? മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടം. മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂർ ഭരണാധികാരിയായത് 1729-ലാണ്. ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പിയാണ് ആര്? മാർത്താണ്ഡവർമ്മ. കണ്ടെഴുത്ത് എന്ന പേരിൽ തിരുവിതാംകൂർ ഭൂ സർവേക്ക് തുടക്കം കുറിച്ചു. അതിനകത്തുള്ള ഒരു ഓപ്ഷൻ ആയിരുന്നു ഏത്? അപ്പൊ കണ്ടെഴുത്ത് എന്ന പേരിൽ എന്ത് ചെയ്തു? ഒരു ഭൂ സർവേക്ക് തുടക്കം കുറിച്ചത് ആരായിരുന്നു? മാർത്താണ്ഡവർമ്മയാണ്. കണ്ടെഴുത്ത് സർവേക്ക് നേതൃത്വം കൊടുത്തത് മല്ലൻ ശങ്കരനായിരുന്നു. ആരായിരുന്നു? മല്ലൻ ശങ്കരൻ. തിരുവിതാംകൂറിൽ ദേവസ്വം, ബ്രഹ്മസ്വം, ദാനം, പണ്ടാരവക എന്നിങ്ങനെ ഭൂമിയെ 4ആയി വിഭജിച്ചു. ആ പണ്ടാരവകയ്ക്ക് അതിനകത്ത് ഓപ്ഷൻ എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ തിരുവിതാംകൂറിലെ ദേവസ്വം, ബ്രഹ്മസ്വം, ദാനം, പണ്ടാരവക എന്നിങ്ങനെ ഭൂമി എത്ര തിരിച്ചു? 4ആയിട്ട് തിരിച്ചു. വലിയൊരു ഭാഗം ഭൂമിയെ പണ്ടാരം വകയായി, അഥവാ രാജ്യത്തിന്റെ ഭൂമിയായിട്ട് അടയാളപ്പെടുത്തി. അപ്പൊ പണ്ടാരം വക എന്ന് പറഞ്ഞാൽ എന്താണ്? രാജ്യത്തിന്റെ ഭൂമിയാണ്. കുരുമുളക്, ഉപ്പ് തുടങ്ങിയ സാധനങ്ങളുടെ മേൽ രാജ്യം കുത്തക സ്ഥാപിക്കുക വഴി തിരുവിതാംകൂറിലെ സമ്പദ് വ്യവസ്ഥയെ ഒരു സുസ്ഥിര സമ്പദ് വ്യവസ്ഥയാക്കി മാറ്റി. അതുപോലെ രാജ്യത്തിനെതിരെ കലാപം നടത്തിയ 8 വീട്ടിൽ പിള്ളമാരെ എന്ത് ചെയ്തു? അടിച്ചമർത്തി. നമ്മുടെ ഉത്തരത്തിലൂടെ നമ്മൾ എത്തുന്നതേ ഉള്ളൂ കേട്ടോ. പിന്നെ തൃപ്പടിദാനം. എന്നാണ് തൃപ്പടിദാനം നടത്തിയത്? തൃപ്പടിദാനം ഫസ്റ്റ് ഓപ്ഷൻ ഉണ്ടായിരുന്നു 1750 ജനുവരി 3-നാണ് കേട്ടോ. നമ്മൾ ഈ ഡേറ്റ് ഉൾപ്പെടെ പഠിക്കണേ. എന്നാണ്? 1750 ജനുവരി 3-നാണ്. തിരുവിതാംകൂർ രാജ്യം കുലദൈവമായ ശ്രീ പത്മനാഭനായ മാർത്താണ്ഡവർമ്മയ്ക്ക് സമർപ്പിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? തൃപ്പടിദാനം. നമ്മുടെ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? നികുതിയാണല്ലേ? നികുതി ഇളവായിരുന്നു ക്വസ്റ്റ്യൻ. അപ്പൊ തൃപ്പടിദാനം എന്താണെന്ന് നമുക്ക് അറിയാമെങ്കിൽ അത് ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയാം. എന്തായിരുന്നു? തിരുവിതാംകൂർ രാജ്യം കുലദൈവമായിട്ടുള്ള ആർക്ക്? ശ്രീ പത്മനാഭന് മാർത്താണ്ഡവർമ്മ സമർപ്പിച്ചു. അതാണ് എന്തെന്ന് പറയുന്നത്? തൃപ്പടിദാനം എന്നറിയപ്പെടുന്നത്. രാജ്യത്തെ വിവിധ റവന്യൂ ഘടകങ്ങളായി രാജ്യത്തെ വിഭജിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പതിവ് കണക്ക് എന്ന പേരിൽ എന്ത് ചെയ്തു? ഒരു വാർഷിക ബഡ്ജറ്റ്. അപ്പൊ പതിവ് കണക്ക് അതിനകത്ത് ഒരു ഓപ്ഷൻ ആണ്. എന്താണ് പതിവ് കണക്ക്? വാർഷിക ബഡ്ജറ്റ് ആണ് പതിവ് കണക്ക്. ഈ വരുന്ന കുറച്ച് ക്വസ്റ്റ്യനിൽ തുടരെ നമ്മുടെ ഈ എന്താണ് തിരുവിതാംകൂർ ചോദിക്കുന്നുണ്ട് രാജവംശം. അപ്പൊ അത് നോക്കാം കേട്ടോ. അപ്പൊ പതിവ് കണക്കെന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഒരു വാർഷിക ബഡ്ജറ്റ് ആണ്. പിന്നെ തിരുവിതാംകൂർ സ്ഥിര സൈന്യത്തിന് അദ്ദേഹം രൂപം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട് വരാം. സൈന്യത്തിൽ സേവനമനുഷ്ഠിക്കുന്നവർക്ക് നൽകിയിരുന്ന നികുതി ഇളവാണ് ഇരയിളി. ഇതിനകത്ത് ഇറയിളി. അതേപോലെ എന്ത് ചെയ്തിട്ടുണ്ട്? അവിടെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ എന്താണ് ഇറയിളി എന്ന് പറഞ്ഞാൽ? സൈന്യത്തിൽ സേവനമനുഷ്ഠിക്കുന്നവർക്ക് നൽകിയിരുന്ന നികുതി ഇളവാണ് ഇറയിളി. ഇനി സൈന്യത്തിൽ നിന്ന് വിരമിക്കുമ്പോൾ നൽകിയിരുന്ന പെൻഷൻ ആണ് എന്ത്? ഇറയിളി അടുത്തൂൺ. ഇറയിളി അടുത്തൂൺ. അപ്പൊ ഇറയിലെ അടുത്തൂൺ അടുത്ത് ചോദിക്കാം. ഇറയിലെ അടുത്തൂൺ എന്ന് പറഞ്ഞാൽ എന്താണ്? പെൻഷൻ. ഈ സൈന്യത്തിൽ നിന്ന് വിരമിക്കുന്നവർക്ക് നൽകിയിരുന്ന പെൻഷൻ. ഇപ്പൊ ഇറയിളി എന്ന് പറഞ്ഞാൽ എന്താണ്? സൈന്യത്തിൽ സേവനം അനുഷ്ഠിക്കുന്നവർക്ക് നൽകിയിരുന്ന നികുതി ഇളവ്. അവർക്ക് നികുതി കൊടുക്കണ്ട, അതിന് നികുതി ഇളവുണ്ടായിരുന്നു. അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഇറയിളി. ഇനി ഈ ആൾക്കാരിൽ നിന്ന് വിരമിക്കുമ്പോൾ അവർക്ക് ഒരു പെൻഷൻ കൊടുത്തിരുന്നു. അതാണ് ഇറയിളി അടുത്തൂൺ. അടുത്തൂൺ, ഇറയിളി അടുത്തൂൺ. അപ്പൊ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻ തന്നെയാണ് അതും. 5ാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ? അപ്പൊ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ഒന്നുകൂടെ വായിച്ചേ. തിരുവിതാംകൂർ ഭരണാധികാരിയായ മാർത്താണ്ഡവർമ്മ കർഷകരായ സൈനികർക്ക് അവരുടെ സേവന കാലഘട്ടത്തിൽ നൽകിയിരുന്ന നികുതി ഇളവ് ഏത് പേരിലാണ് അറിയപ്പെട്ടത്? ഉത്തരം എന്തായിരുന്നു? ഇറയിളി. ഇറയിളി. അത് എനിക്ക് തോന്നുന്നു ഓട് വൺ ഔട്ട് വെച്ചിട്ട് എല്ലാവർക്കും കിട്ടിക്കാണണമെന്ന് തോന്നുന്നല്ലേ? അടുത്ത് ഏതാണ്? 6ാമത്തെ ക്വസ്റ്റ്യൻ. കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിന് കീഴിലുണ്ടായിരുന്ന പ്രദേശം. ഓക്കെ, ഇതും നമ്മുടെ 10ാം ക്ലാസ്സിലെ ഹിസ്റ്ററിയിലെ ഭാഗം 2 എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 6ാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ? 6ാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പൊ നമുക്ക് ഇതിനകത്ത് നോക്കാനുള്ളത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കേരളത്തിലേക്ക് എന്ന് പറഞ്ഞ ഹെഡിങ്ങിലാണ് ഇത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ അതിനകത്ത് നമുക്ക് വായിച്ചു വരുമ്പോഴത്തേക്ക് എന്ത് കിട്ടുന്നുണ്ട്? അതിനകത്ത് കുളച്ചിൽ യുദ്ധം, കുഞ്ഞാലി മരിക്കാർ എല്ലാവരെ കുറിച്ചും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ടെക്സ്റ്റ് വായിക്കുന്നവർക്കാണെങ്കിൽ അറിയാം. അപ്പൊ നമുക്ക് ആ ഭാഗം ഒന്ന് നോക്കാം. മൈസൂരിലെ ഭരണാധികാരികളും ബ്രിട്ടീഷുകാരും തമ്മിൽ 1792 ഏത് ഉടമ്പടി ഒപ്പുവയ്ക്കുന്നു? ശ്രീരംഗപട്ടണം ഉടമ്പടി ഒപ്പുവയ്ക്കുന്നു. അപ്പോ മൈസൂരിലെ ഭരണാധികാരികളും ബ്രിട്ടീഷുകാരും തമ്മിൽ 1792 ഒപ്പിട്ട ശ്രീരംഗപട്ടണം സന്ധി പ്രകാരം മലബാർ ആർക്ക് കിട്ടി? ബ്രിട്ടീഷുകാർക്ക് കിട്ടി. അവിടെ തന്നെ ഉണ്ട്. അപ്പൊ ബ്രിട്ടീഷുകാർ നേരത്തെ ഭരണം നടത്തിയിരുന്നത് എവിടെയാണ്? മലബാറിലാണ്. അപ്പോ മൈസൂരിലെ ഭരണാധികാരികളും ബ്രിട്ടീഷുകാരും തമ്മിൽ 1792 ഒപ്പിട്ട ശ്രീരംഗപട്ടണം സന്ധി പ്രകാരം മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചു. 1792
1792 കൊച്ചി രാജാവ് ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ച് കപ്പം കൊടുക്കാൻ നിർബന്ധിതനായി. 1795 ഉടമ്പടി പ്രകാരം തിരുവിതാംകൂറും ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ചു. പകരമായി ശത്രുക്കളിൽ നിന്ന് സംരക്ഷണം അവർക്ക് ബ്രിട്ടീഷുകാർ വാഗ്ദാനം നൽകുകയും ചെയ്തു. അങ്ങനെ മലബാറിൽ നേരിട്ടും കൊച്ചിയിലും തിരുവിതാംകൂറിലും എങ്ങനെ സാമന്ത രാജാക്കന്മാർ വഴിയും ബ്രിട്ടീഷുകാർ ഭരണം നടത്തി. അപ്പൊ അവിടെ തന്നെയുണ്ട് ക്വസ്റ്റ്യൻ. മലബാറിൽ നേരിട്ടും കൊച്ചിയിലും തിരുവിതാംകൂറിലും എങ്ങനെ സാമന്ത രാജാക്കന്മാർ വഴിയും ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? കേരളത്തിലെ ഭരണം നടത്തി. അപ്പൊ അതാണ് അതിന്റെ ആൻസർ. ഓക്കെ അല്ലേ? ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ ഏതായിരുന്നു? 7ാമത്തെ ക്വസ്റ്റ്യൻ. പഞ്ചാബ് ഹരിയാന സമതലത്തിന്റെ രൂപീകരണത്തിന് കാരണമാകുന്ന നദി ഏതാണ്? നദി സിന്ധു. ഉത്തരം കിട്ടിയല്ലോ അല്ലേ? അപ്പൊ ഇതാ ഇവിടെ എത്രാമത്തെ നമ്മുടെ സാമൂഹ്യ ശാസ്ത്രം 10 അതായത് ഇത് ജോഗ്രഫിയാണ് കേട്ടോ. നമ്മൾ നേരത്തെ വായിച്ചത് ഹിസ്റ്ററിയാണ്. ഇത് ജോഗ്രഫി എന്നുള്ള ഭാഗം 2 ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇവിടെ നദികൾ മേലഞ്ഞ സമതലങ്ങൾ എന്ന് പറഞ്ഞൊരു ബോക്സ് നമുക്കറിയാം. ബോക്സ് PSCക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ബോക്സിൽ നിന്ന് കൊടുത്തിട്ടുള്ള ഒരു പോർഷനാണ് അത്. അതിന്റെ തൊട്ട് മുന്നേ ഉള്ള പേജില് നദികള്, അതിന്റെ ഉത്ഭവസ്ഥാനം, നീളം, പോഷക നദി എവിടെയാണ് പതിക്കുന്നത് ഒരു ബോക്സ് ഉണ്ട്. ഇനി പരീക്ഷയ്ക്ക് പോകുന്നവർ അത് എന്ത് ചെയ്യുക? വായിച്ചിട്ട് തന്നെ പോകണം. അപ്പൊ നമുക്ക് ഇതിനകത്ത് പറയാനുള്ളത് സമതലങ്ങൾ നമ്മൾ പറഞ്ഞു. മെയിനായിട്ട് ഒരു സമതലമാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ബാക്കി സമതലങ്ങളും നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ ഇതാണ്. പഞ്ചാബ് ഹരിയാന സമതലം ഏത് നദിയാണ്? സിന്ധുവും പോഷക നദികളും. ക്വസ്റ്റ്യൻ അതല്ലായിരുന്ന. അപ്പോ പഞ്ചാബ് ഹരിയാന സമതലം ഏതാണ്? സിന്ധുവും പോഷക നദികളും. അടുത്ത് രാജസ്ഥാനിലെ മരുസ്ഥലി ഭാഗർ സമതലം. അത് കേൾക്കുമ്പോഴേ അവിടെയുള്ള നദി ഏതാണ് നമുക്കറിയാം. ലൂണി നദി. അപ്പൊ ലൂണി സരസ്വതി നദികൾ. ഓപ്ഷനിൽ ലൂണി ആയിരുന്നു ഫസ്റ്റ് ഓപ്ഷൻ കേട്ടോ. അപ്പൊ രാജസ്ഥാനിലെ മരുസ്ഥലി ഭാഗർ സമതലങ്ങൾ ഏതാണ്? ലൂണി സരസ്വതി നദികൾ. ഇനി ഗംഗാ സമതലം ഏത് നദിയായിരിക്കും? ഗംഗയും പോഷക നദികളും. അസ്സാമിലെ ബ്രഹ്മപുത്ര സമതലം ബ്രഹ്മപുത്രയും പോഷക നദികളും. എടാ, ഈ ബ്രഹ്മപുത്രയും ഗംഗാ സമതലവും ചോദിക്കാൻ ചാൻസ് കുറവാണ്, കാരണം ഉത്തരം അതിൽ തന്നെ ഉണ്ട്. പക്ഷെ അതുപോലെ അല്ല ഈ പഞ്ചാബ് ഹരിയാന സമതലവും രാജസ്ഥാനിലെ മരുസ്ഥലി ഭാഗർ സമതലവും. പഞ്ചാബ് ഹരിയാന ആണെങ്കിൽ ഏത് നദിയാണ്? സിന്ധു നദിയും. രാജസ്ഥാനിലെ മരുസ്ഥലി ഭാഗർ ആണെങ്കിൽ ലൂണി സരസ്വതി നദികൾ. നമുക്ക് ജസ്റ്റ് ഈ നമ്മുടെ ഹിമാലയ നദികളായിട്ടുള്ള 3 നദികളും അത് എവിടെ നിന്ന് ഉത്ഭവിക്കുന്നു എന്നും അതിന്റെ നീളവും പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോകാം കേട്ടോ. അപ്പൊ സിന്ധു എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? ടിബറ്റിലെ മാനസ സരോവർ തടാകത്തിൽ നിന്നാണ് ആര് ഉത്ഭവിക്കുന്നത്? സിന്ധു ഉത്ഭവിക്കുന്നത്. ഗംഗയാണെങ്കിലോ ഗംഗോത്രി ഹിമാനിലെ ഗായ്മുഖ് ഗുഹയിൽ നിന്നാണ്. ഗുഹയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ബ്രഹ്മപുത്രയാണെങ്കിലോ ടിബറ്റിലെ ഹിമാനി. ഈ സിന്ധു നദിക്ക് ഏകദേശം 2900 കിലോമീറ്റർ നീളം ഉണ്ടെന്നാണ് ടെക്സ്റ്റിൽ പറയുന്നത്. എന്നാൽ നമ്മുടെ ഇന്ത്യയിലൂടെ എത്രയേ ഉള്ളൂ? 709. ഗംഗയാണെങ്കിലോ ഗംഗയ്ക്ക് 2500 ആണ്. 2500. ബ്രഹ്മപുത്രയും 2900. അതില് ഇന്ത്യയില് 725. അതന്നെ അതിനകത്ത് ശരി. അല്ലല്ല, അത് ഉത്തരം മാറി. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ ഏതാണ്? 10ാമത്തെ പത്താമത്തത് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മറ്റേ അഭിവഹനം, താപചാലനം, സംവഹനം അതിലേതാണെന്ന്. കാറ്റിലൂടെ തിരശ്ചീന തലത്തിൽ താപം വ്യാപിക്കുന്ന പ്രക്രിയയാണ് അഭിവഹനം. ഇതും ഏത് ഭാഗത്തുനിന്നാണ്? നമ്മുടെ ജോഗ്രഫി എന്നുള്ള ഭാഗമുണ്ട്. അതായത് പഴയ പുസ്തകം 9ാം ക്ലാസ്സിലെ പഴയ പുസ്തകത്തിലെ 1ാമത്തെ ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പൊ നമുക്ക് അതിനകത്ത് നോക്കാം, ഓരോന്ന് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം പറയാനുള്ളതാണ് താപചാലനം. എന്താണ് താപചാലനം? താപചാലനം എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനകത്ത് നമ്മുടെ ക്വസ്റ്റ്യനിൽ താപചാലനം ഒക്കെ ഉണ്ടായിരുന്നല്ലേ ഓപ്ഷനകത്ത്. അപ്പൊ താപചാലനം എന്ന് പറഞ്ഞാൽ ചൂട് പിടിച്ച ഭൗമോപരിതലത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ ഭാഗത്തേക്ക് താപം എന്ത് ചെയ്യുന്നുണ്ട്? പകരുന്നു. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? താപചാലനം. അപ്പൊ ഇതൊരു ബോക്സ് ആണ് കേട്ടോ. അപ്പം 4 ബോക്സിലായിട്ട് 4 പോയിന്റ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്താണ് താപചാലനം? ചൂട് പിടിച്ച ഭൗമോപരിതലത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ ഭാഗത്തേക്ക് താപം ഉയരുന്ന പ്രക്രിയ അല്ലെങ്കിൽ പകരുന്ന പ്രക്രിയയാണ് എന്തെന്ന് പറയുന്നത്? താപചാലനം. ഇനി സംവഹനം, അതും ഓപ്ഷനിൽ ഉണ്ടായിരുന്നു. സംവഹനം എന്ത് ചെയ്യുന്നു? ഈ ചൂടായ വായു വികസിച്ച് എന്ത് ചെയ്യും? മുകളിലോട്ട് ഉയരും. അതിനെ വിളിക്കുന്ന പേരാണ് സംവഹനം. ചൂട് പിടിച്ച വായു വികസിച്ച് മുകളിലേക്ക് ഉയരുന്നതാണ് എന്ത്? സംവഹനം. അടുത്താണ് നമ്മുടെ ഉത്തരം അഭിവഹനം. എന്തായിരുന്നു അഭിവഹനം? കാറ്റിലൂടെ തിരശ്ചീന തലത്തിൽ താപം വ്യാപിക്കുന്നതാണ് അഭിവഹനം. അപ്പൊ നമ്മുടെ 2ാമത്തെ ക്വസ്റ്റ്യനില് കാറ്റിലൂടെ തിരശ്ചീന തലത്തിൽ താപം വ്യാപിക്കുന്ന പ്രക്രിയയാണ് താപചാലനം. സെയിം, രണ്ടും ഒരേ എന്താണ്? 3ഉം
എന്താണ് ഒരേ സ്റ്റേറ്റ്മെന്റ് ആണ്, അതിനകത്തുള്ള കണ്ടന്റ് അല്ലെ ആരാണ് എന്നുള്ളതാണ് വ്യത്യാസം. അപ്പോൾ കാറ്റിലൂടെ തിരശ്ചീന തലത്തിൽ താപം വ്യാപിക്കുന്ന പ്രക്രിയയാണ് അപവഹനം. അഭിവഹനം. രണ്ടാമത്തത് ഏതായിരുന്നു? താപചാലനം. താപചാലനം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ചൂട് പിടിച്ച ഭൗമോപരിതലത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ ഭാഗത്തേക്ക് താപം ഉയരുന്ന പ്രക്രിയയാണ് എന്ത്? താപചാലനം. മൂന്നാമത്തത് സംവഹനം. ഈ ചൂടായ വായു വികസിച്ച് മുകളിലേക്ക് ഉയരും, അതാണ് സംവഹനം. ഇനി ഇതിനകത്ത് ഒന്നും കൂടി ഉണ്ട്, ഭൗമ വികിരണം. എന്താണ്? ഭൗമ വികിരണം. ടെക്സ്റ്റിനകത്ത് നമുക്ക് എന്താണ് പിക്ചർ ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് ദീർഘതരംഗ രൂപത്തിൽ ഭൗമോപരിതലത്തിൽ നിന്ന് ശൂന്യാകാശത്തേക്ക് താപം മടങ്ങി പോകുന്നതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഭൗമ വികിരണം. അപ്പൊ ഭൗമ വികിരണം എന്താണ്? ദീർഘതരംഗ രൂപത്തില് ഭൗമോപരിതലത്തിൽ നിന്ന് ശൂന്യാകാശത്തേക്ക് താപം എന്ത് ചെയ്യുന്നു? മടങ്ങി പോകുന്നു. അതിനെ വിളിക്കുന്ന പേരാണ് ഭൗമ വികിരണം. ഭൗമ വികിരണം. ഓക്കെ അല്ലേ? അപ്പൊ 10ാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞു. അടുത്ത ഏതാണ്? 11ാമത്തെ ക്വസ്റ്റ്യൻ. അതിലാണ് 103ാമത്തെ പേജ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടാത്ത രാജ്യമേത്? നേപ്പാൾ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ, ഭൂട്ടാൻ. 11. അല്ല, പക്ഷേ ഞാൻ ഇതിൽ നോക്കിയപ്പോഴത്തേക്ക് എടാ അത് നമ്മുടെ PSC എന്താണ് ആൻസർ മാറി കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണല്ലേ. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടാത്ത രാജ്യം ഏതാണ്? അഫ്ഗാനിസ്ഥാൻ അല്ലേ? അതാണ് എഴുതിയത്. വീട്ടിൽ ഒന്ന് നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് തെറ്റി. ഓക്കെ നമുക്ക് നോക്കാം. ഇതിനകത്ത് നമ്മുടെ +1 ടെക്സ്റ്റ് ആണേ. +1 അല്ല. ഇത് ഏതാണെന്ന് ചോദിച്ചാ 7ാമത്തെ ക്ലാസ്സിലെ 7ാമത്തെ ക്ലാസ്സിലുള്ള, അതായത് നമ്മുടെ SCERT തന്നെ ചോദിച്ചിട്ടുള്ള അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്ന് പറഞ്ഞിട്ടാണ് ചാപ്റ്ററിന്റെ പേര്. 6ാമത്തെ ചാപ്റ്റർ ആണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്നാണ് പേര്. അപ്പൊ ഇതിനകത്തുള്ള എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് കുറച്ച് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒരു ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിനെ കുറിച്ച് ഒന്ന് നോക്കാം. ലോകത്തിലെ ഏറ്റവും വലിയ വൻകര ഏതാണ്? ഏഷ്യയാണ്. രണ്ടാമത്തതാണെങ്കിൽ ആഫ്രിക്ക. ഏട്ടനെ ആരോ വന്ന് തിരക്കിയപ്പോൾ അമ്മ ഉടനെ ഓടി. നമ്മുടെ ചാനലിൽ ഷോർട്ടായിട്ട് കിടപ്പുണ്ട് കേട്ടോ, ഷോർട്സ് ആയിട്ട് കിടപ്പുണ്ട്. ഏറ്റവും ചെറിയ വൻകരയാണെങ്കിൽ ഓസ്ട്രേലിയ ആണ്. ഇന്ത്യ സ്ഥിതി ചെയ്യുന്ന ഭൂഖണ്ഡം ഏതാണ്? ഏഷ്യ ഭൂഖണ്ഡമാണ്. ഏഷ്യ ഭൂഖണ്ഡം. വൈവിധ്യമാർന്ന ഭൂപ്രകൃതി വിഭാഗങ്ങളും കാലാവസ്ഥയുമുള്ള വിശാലമായ ഭൂഖണ്ഡ ഭാഗങ്ങളാണ് ഉപഭൂഖണ്ഡങ്ങൾ. ഓക്കെ അല്ലേ? ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ കേട്ടോ. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ ആരൊക്കെയുണ്ട്? ഇന്ത്യ ഉണ്ട്, പാകിസ്ഥാൻ ഉണ്ട്, ഇതിനകത്ത് നമ്മൾ ഈ ഇടയ്ക്ക് വായിച്ചതാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു ആരൊക്കെ ഇല്ല. നമുക്ക് മൊത്തം എത്ര അയൽരാജ്യങ്ങളുണ്ട്? 9 അയൽരാജ്യം. കടലും കൂടി ചേർത്ത് നമുക്ക് എത്ര അയൽരാജ്യങ്ങളുണ്ട്? 9 അയൽരാജ്യങ്ങളുണ്ട്. അതില് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ 7 പേരുണ്ട്. അപ്പൊ ഇല്ലാത്ത ആൾക്കാർ ആരൊക്കെയാണെന്ന് അങ്ങ് പഠിച്ചാൽ പോരെ. അടുത്ത് കിടക്കുന്ന 2 ആൾക്കാരില്ല, അഫ്ഗാനിസ്ഥാനും ഇല്ല, ചൈനയും ഇല്ല. ഓക്കെ അല്ലേ? പാകിസ്ഥാൻ ഉണ്ട്, അതിന്റെ മുകളിൽ ആരുണ്ട്? അഫ്ഗാനിസ്ഥാൻ ഉണ്ട്, അതിന്റെ ഇപ്പുറത്താണ് ആര് കിടക്കുന്നത്? ചൈന. അപ്പൊ അഫ്ഗാനിസ്ഥാനും ചൈനയും എന്തിലില്ല? ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഇല്ല. ഓക്കെ അല്ലേ? അപ്പൊ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഇല്ലാത്തത് ആരൊക്കെയാണ്? അഫ്ഗാനിസ്ഥാനും ചൈനയും. അപ്പൊ ബാക്കി ആരൊക്കെയുണ്ട്? ഇന്ത്യ, പാകിസ്ഥാൻ, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, മാലിദ്വീപ്, ശ്രീലങ്ക. 1 2 3 4 5 6 7 ശ്രീലങ്ക, മാലിദ്വീപ്. ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, നേപ്പാൾ, ഭൂട്ടാൻ, ശ്രീലങ്ക. ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, നേപ്പാൾ, മാലദ്വീപ്, ഭൂട്ടാൻ, ശ്രീലങ്ക. അപ്പൊ ഇത്രയാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ. എത്ര പേരുണ്ട്? 7 രാജ്യങ്ങളാണ് ഉള്ളത്. ഓക്കെ അല്ലേ? ചൈനയും അഫ്ഗാനിസ്ഥാനും ഇല്ല. ഓക്കെ. ഇനി അതിന്റെ കൂടെ ബാക്കി കൊടുത്തിട്ടുണ്ട്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഭാഗമായ ദ്വീപ് രാഷ്ട്രങ്ങളാണ് ശ്രീലങ്കയും മാലദ്വീപും. പിന്നെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ദ്വീപ സമൂഹങ്ങളാണ് ലക്ഷദ്വീപും ആൻഡമാൻ നിക്കോബാറും. പിന്നെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ അതിർത്തികൾ ഏതൊക്കെയാണ്? വടക്ക് ഇന്ത്യൻ ഉപഭൂഖണ്ഡമാണ് ഉപഭൂഖണ്ഡം. വടക്ക് ഹിമാലയം, കിഴക്ക് പർവ്വതനിരകള്. ഓക്കെ, അരക്കൻ പർവ്വതനിരകള്. അടുത്ത പടിഞ്ഞാറ് ഹിന്ദുക്കുഷ്, തെക്ക് ഇന്ത്യൻ മഹാസമുദ്രം. അപ്പൊ ഇന്ത്യൻ ഉപഭൂഖണ്ഡം പറയുകയാണെങ്കിൽ വടക്ക് ഹിമാലയമാണ്, കിഴക്ക് അരക്കൻ പർവ്വതനിരകളാണ്, പടിഞ്ഞാറ് ആരാണ്? ഹിന്ദുക്കുഷ് പർവ്വതനിരയാണ്, അടുത്ത തെക്ക് ഇന്ത്യൻ മഹാസമുദ്രം. ഒരു രാജ്യത്തിന്റെ പേര് അറിയപ്പെടുന്ന ഏക സമുദ്രമാണ് ഇന്ത്യൻ മഹാസമുദ്രം. ഓക്കെ അല്ലേ?
അപ്പൊ ഈ ഭാഗത്ത് നിന്നാണ് ആ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. നമുക്ക് അതിനകത്തുള്ള ഒരു ബോക്സും കൂടി പറഞ്ഞിട്ട് പോകാം കേട്ടോ. ഏഷ്യ ഭൂഖണ്ഡത്തിന്റെ തെക്കു ഭാഗത്ത് മറ്റ് ഭാഗങ്ങളിൽ നിന്നും ഭൂമിശാസ്ത്രപരമായി വേർതിരിക്കുന്നതാണ് ഏത്? പാമീർ പീഠഭൂമി. ഇന്ത്യയുടെ മേൽക്കൂര എന്നൊക്കെ അറിയപ്പെടുന്നത്, അല്ല ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്ന ആരാണ്? പാമീർ പീഠഭൂമിയാണ്. അപ്പൊ ഏഷ്യ ഭൂഖണ്ഡത്തിന്റെ തെക്കു ഭാഗത്ത് മറ്റ് ഭാഗങ്ങളിൽ നിന്നും ഭൂമിശാസ്ത്രപരമായി വേർതിരിക്കുന്നതാണ് ആര്? ഈ പാമീർ പീഠഭൂമി. ലോകത്തിന്റെ മേൽക്കൂരയാണ് പാമീർ പീഠഭൂമി. പാമീർ പീഠഭൂമി സ്ഥിതി ചെയ്യുന്ന രാജ്യം താജിക്കിസ്ഥാൻ. പാമീർ പീഠഭൂമി ഏത് രാജ്യത്താണ്? താജിക്കിസ്ഥാൻ. പാമീർ പീഠഭൂമി ഏത് രാജ്യത്താണ്? താജിക്കിസ്ഥാൻ. അടുത്ത പാമീറിൽ സംഗമിക്കുന്ന പർവ്വതനിരകളാണ് ടിയാൻചാൻ, പിന്നെ നമ്മുടെ കാരക്കോറം, പിന്നെ കുൻലൂൻ, ഹിന്ദുകുഷ്. കുൻലൂൻ, ഹിന്ദുകുഷ്, കാരക്കോറം, ടിയാൻചാൻ ഇതൊക്കെ എവിടെയാണ്? പാമീറിലാണ് സംഗമിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ അടുത്ത എത്രാമത്തെ ക്വസ്റ്റ്യനാണ്? 12. ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തുള്ള രേഖാംശം. ഇന്ത്യയുടെ കിഴക്ക് നമുക്ക് അറിയാല്ലേ, നമുക്ക് 4 സ്ഥാനങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ഇത് കാണുമ്പോൾ തന്നെ എന്താണ് അതിനകത്ത് നമുക്ക് നമ്മൾ ഇത്ര മുതൽ ഇത്ര വരെ എന്നാണ് അതിനകത്ത് നമുക്ക് ഓപ്ഷൻ കിട്ടും, പഠിക്കുന്നവർക്ക് കിട്ടും. ഏതാണ് ഉത്തരം? 97°25' കിഴക്ക്. അപ്പൊ ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തുള്ള രേഖാംശമാണ് ചോദിച്ചത്. 97°25' കിഴക്കാണ്. നമ്മുടെ സോഷ്യൽ സയൻസ് 8ാം ക്ലാസ്സിലെ ചാപ്റ്ററിൽ നിന്നാണ് കേട്ടോ ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഓക്കെ, അതിനകത്ത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. അതിനകത്ത് ഇന്ത്യയുടെ ഒരു മാപ്പിനകത്ത് ഇന്ത്യ ഇങ്ങനെ എന്താണ് കിഴക്ക് പടിഞ്ഞാറ് അങ്ങനെ വിഭജിച്ചിട്ട് ഓരോന്നിലുള്ള അക്ഷാംശം എത്രയാണെന്ന് എഴുതി ആ ടെക്സ്റ്റിനകത്ത് തന്നെ ഉണ്ട് കേട്ടോ. അവിടെ 82° കണ്ടോ, അതിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ടെക്സ്റ്റ് വായിക്കുന്നവർക്ക് മനസ്സിലാവും. അപ്പൊ നമുക്ക് നോക്കാം ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം. ഓക്കെ, ഇന്ത്യയിൽ എങ്ങനെയാണ് സമയം കണക്കാക്കുന്നത് നോക്കിയാൽ ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തുള്ള സംസ്ഥാനം ഏതാണ്? ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തുള്ള സംസ്ഥാനം അരുണാചൽ പ്രദേശ്. അത് അവിടെ കൊടുത്തിട്ടുണ്ട്. അരുണാചൽ പ്രദേശ് 97°25' കിഴക്ക് അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ടെക്സ്റ്റ് ബുക്കിൽ അതുപോലെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തുള്ള സംസ്ഥാനമായ അരുണാചൽ പ്രദേശ് 97°25' കിഴക്ക്. പിന്നെ പടിഞ്ഞാററ്റത്തുള്ള സംസ്ഥാനമായ ഏതാണ്? ഗുജറാത്ത്. എത്രയാണ്? 68°7' കിഴക്ക്. 2 ഓപ്ഷനിലുണ്ടായിരുന്നു കേട്ടോ. രണ്ടും അടുത്തടുത്ത്, അതായത് എയും സിയും. നമുക്ക് ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ അത് രണ്ടും കൂടി സംശയം. ബാക്കി 2 ഇല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഇത് രണ്ടും കൂടി ഡൗട്ട് ആവും. പക്ഷെ അത് ഇത് വെച്ച് പഠിക്കുന്നവർക്ക് തെറ്റാൻ വേണ്ടിയിട്ട് ചാൻസ് ഒന്നും ഇല്ല. പിന്നെ കൺഫ്യൂഷൻ ഉള്ളവർക്കേ ആ ഒരു പ്രശ്നം വരും. അപ്പോൾ കിഴക്കേ അടുത്തുള്ള അരുണാചൽ പ്രദേശ് 97°25'. പിന്നെ പടിഞ്ഞാറുള്ള ഏതാണ്? ഗുജറാത്ത് 68°7' കിഴക്കും. തമ്മിൽ ഏകദേശം എത്ര ഡിഗ്രിയാണ് വ്യത്യാസം ഉള്ളത്? 30° രേഖാംശ വ്യത്യാസം ഉള്ളതിനാൽ. എത്ര ഡിഗ്രിയാണ്? 30° രേഖാംശ വ്യത്യാസം ഉള്ളതിനാൽ 2 മണിക്കൂറോളം പ്രാദേശിക സമയത്തിൽ വ്യത്യാസമുണ്ട്. നമ്മുടെ ഈ 2 സ്ഥലങ്ങൾ തമ്മിൽ 30° വ്യത്യാസം ഉള്ളത് കൊണ്ട് തന്നെ 2 മണിക്കൂർ പ്രാദേശിക സമയങ്ങൾ തമ്മിൽ എന്തുണ്ട്? വ്യത്യാസമുണ്ട്. ഇത് കൊണ്ട് കുറച്ച് പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്. കാരണം ഇത് രണ്ടും എന്താണ്? ഒരേ ഇതാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണ്ട, ഇങ്ങനെ സംസ്ഥാനങ്ങൾ തമ്മിൽ സമയ വ്യത്യാസം വരുമ്പോൾ നമുക്കത് ബുദ്ധിമുട്ട് വരാറുണ്ട്. അങ്ങനെ ഈ ബുദ്ധിമുട്ട് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് രാജ്യത്ത് ഒരു മാനക സമയം നിർണയിച്ചിട്ടുണ്ട്. 7.5° ഗുണിതമായിട്ടുള്ള 82.5°. ഇവിടെ നോക്കുക, 82.5° കിഴക്ക് രേഖാംശ രേഖയായ ഇന്ത്യയിൽ മാനക രേഖാംശ രേഖയായി തിരഞ്ഞെടുത്തു. അപ്പോൾ ഈ ഒരു പ്രാദേശികപരമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? രാജ്യത്ത് ഒരു മാനക സമയം നിർണയിച്ചുകൊണ്ട് 7.5°യുടെ ഗുണിതമായിട്ടുള്ള ഏത്? 82.5°. ഏതാണ്? 82.5° ഏത്? കിഴക്ക്. 82.5° കിഴക്ക് രേഖാംശ രേഖയെ ഇന്ത്യൻ മാനക രേഖാംശമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? നിർണയിച്ചിട്ടുണ്ട്. 7.5°യുടെ ഗുണിതമായുള്ള 82.5° ഇന്ത്യയുടെ രേഖാംശമായി തിരഞ്ഞെടുത്തു. ആ രേഖയിലൂടെയുള്ള പ്രാദേശിക സമയത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? ഇന്ത്യയുടെ മാനക സമയമായിട്ട് കണക്കാക്കുന്നു. അപ്പോൾ ഈ ഭാഗത്ത് നിന്ന് 8ാം ക്ലാസ്സിലെ പുസ്തകത്തിൽ നിന്നാണ് ഈ ഒരു ക്വസ്റ്റ്യനും വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ പുസ്തകം പഠിച്ച് തീർക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക? റാങ്ക് ഫയലിലോട്ടും മറ്റുള്ളതിലോട്ടും പോകുക അല്ലേ? അതാണ് നമ്മൾ ആദ്യം ചെയ്യണം. കാരണം ഏകദേശം ഇതിനകത്തുള്ള പകുതി ക്വസ്റ്റ്യൻസും ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് തന്നെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ അടുത്ത ഏത് ക്വസ്റ്റ്യൻ ആണ്? അടുത്ത 13ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ക്ലാസ് 9 സാമൂഹ്യശാസ്ത്രം. ക്വസ്റ്റ്യൻ വായിച്ചോ. വരും തലമുറയ്ക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള കഴിവിൽ കുറവ് വരാതെ ഇന്നത്തെ തലമുറ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന സമീപനമാണ് സുസ്ഥിര വികസനം. സുസ്ഥിര വികസനത്തിന്റെ ഡെഫിനിഷൻ ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഡെഫിനിഷൻ കൊടുത്തത് തന്നെ അത് ഏത് സമ്മേളനം എന്നാണ് ചോദിച്ചിട്ടുള്ളത്? ഏതാണ്? ബ്രെഡ്ലാൻഡ് കമ്മീഷൻ ആണ് കേട്ടോ. ഉത്തരം ഏതാണ്? ബ്രെഡ്ലാൻഡ് കമ്മീഷൻ. അപ്പോൾ നമ്മുടെ സോഷ്യൽ സയൻസ് ജോഗ്രഫി എന്നുള്ള 9ാമത്തെ പുസ്തകത്തിലെ 2ാം ഭാഗത്തിലുള്ള ഒരു ആശയമാണ് ഇവിടെ വന്നിട്ടുള്ളത്.
അപ്പൊ നമുക്ക് സുസ്ഥിര വികസനം എന്നതാണ് അതിന്റെ ഹെഡിങ്. നമുക്ക് എന്താണ് സുസ്ഥിര വികസനം എന്നൊന്ന് നോക്കാം. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയെയും പുരോഗതിയെയും ലക്ഷ്യമിട്ട് വിവിധ വികസന പ്രവർത്തനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പലപ്പോഴും അത് പ്രകൃതി വിഭവങ്ങളുടെ ചൂഷണത്തിനും പരിസ്ഥിതി നാശത്തിനും ഇടയാക്കുന്നുണ്ട്. വികസന പ്രവർത്തനങ്ങൾ രാജ്യത്തിന്റെ സാമ്പത്തിക പുരോഗതിയിലും ജനങ്ങളുടെ ജീവിത നിലവാരത്തിലും അനുകൂലമായ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടെങ്കിലും നിരവധി സാമൂഹിക പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് ഇത് എന്ത് ചെയ്യുന്നുണ്ട്? കാരണമാകുന്നുണ്ട്. എന്താണ് സുസ്ഥിര വികസനം? ഭാവി തലമുറയുടെ ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്തുന്നതിന് നമുക്ക് ഇപ്പോൾ ഉള്ള നമ്മുടെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റണം. അതെങ്ങനെ നിറവേറ്റണം? എല്ലാം ഉള്ള സാധനമെല്ലാം നശിപ്പിച്ചുകൊണ്ടാവണോ? അല്ല. അതിന് എന്ത് ചെയ്യണം? വരും തലമുറയ്ക്ക് കൂടി എന്ത് ചെയ്യണം? പ്രയോജനപ്പെടുന്ന രീതിയിൽ വച്ചിട്ട് വേണം നമ്മുടെ ഇപ്പോഴത്തെ ആവശ്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യാൻ, നിറവേറാൻ. എടാ നോക്കിയോ, ഒരു ബോക്സ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ആ ബോക്സിനകത്ത് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, വരും തലമുറയ്ക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള കഴിവിൽ കുറവ് വരാതെ ഇന്നത്തെ തലമുറ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന സമീപനമാണ് സുസ്ഥിര വികസനം. ഐക്യരാഷ്ട്ര സംഘടനയുടെ ബ്ലഡ് ലാൻഡ് കമ്മീഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ബോക്സിനകത്ത് കൊടുത്തിട്ടുണ്ട്. അത് അതുപോലെ എടുത്താണ് നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ അല്ലേ? ഇനി അപ്പോൾ നമുക്ക് ഇതിനകത്ത് കൊടുത്തിട്ടുള്ള കുറച്ച് സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് പോവാം. ഐക്യരാഷ്ട്രസഭ മുന്നോട്ട് വെച്ച 17 ലക്ഷ്യങ്ങളുടെ ഒരു സഞ്ചയനമാണ് സുസ്ഥിര വികസനം. അപ്പൊ സുസ്ഥിര വികസനം ഐക്യരാഷ്ട്രസഭ മുന്നോട്ട് വെച്ചിട്ടുള്ള എത്ര? 17 ലക്ഷ്യങ്ങളുടെ ഒരു സഞ്ചയനമാണ് എന്ന് പറഞ്ഞത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ സുസ്ഥിര വികസനം. 2015 പ്രഖ്യാപിച്ച ഈ ലക്ഷ്യങ്ങൾ 2030 കൂടി നമ്മൾ എന്ത് ചെയ്യും? നേടിയെടുക്കുമെന്നാണ് UN ഐക്യരാഷ്ട്രസഭ മുന്നോട്ട് വെച്ചത്. അപ്പൊ 2015 ഈ 17 നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചത്. ഇത് എപ്പോ? 2030 കൂടി നമ്മൾ എന്ത് ചെയ്യും? കൈവരിക്കും. അപ്പൊ എന്തൊക്കെയാണ് ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ള ഈ 17 ലക്ഷ്യങ്ങൾ എന്നൊന്ന് വായിച്ചു നോക്കാവേ. ദാരിദ്ര്യ നിർമ്മാർജ്ജനം. എന്താണ്? ദാരിദ്ര്യ നിർമ്മാർജ്ജനം. വിശപ്പില്ലാത്ത അവസ്ഥ. ദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്താൽ നമുക്ക് വിശപ്പില്ലല്ലോ. അപ്പൊ ദാരിദ്ര്യ നിർമ്മാർജ്ജനം, വിശപ്പില്ലാത്ത അവസ്ഥ. വിശപ്പില്ലാത്ത അവസ്ഥ വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നല്ല ആരോഗ്യം കിട്ടും. അപ്പോ ദാരിദ്ര്യ നിർമ്മാർജ്ജനം, വിശപ്പില്ലാത്ത അവസ്ഥ, നല്ല ആരോഗ്യവും ക്ഷേമവും, ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം. ആരോഗ്യം ഉണ്ടെങ്കിലല്ലേ പഠിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം. വിദ്യാഭ്യാസത്തിലൂടെ നമ്മൾ പഠിക്കുന്ന ഒരു സാധനമാണ് ലിംഗ സമത്വം. എന്താണ്? ലിംഗ സമത്വം. ഇനി നമ്മൾ സ്കൂളിനെ കുറിച്ച് ആലോചിച്ച് നോക്കാം. അവിടെ ശുദ്ധജലം ഇല്ലേ? ഉണ്ട്. ശുദ്ധമായ വെള്ളവും പൊതുശുചിത്വവും. ശുദ്ധമായ വെള്ളവും പൊതുശുചിത്വവും. പിന്നെ താങ്ങാനാവുന്നതും ശുദ്ധവുമായ ഊർജം. താങ്ങാനാവുന്നതും ശുദ്ധവുമായ ഊർജം. മാന്യമായ തൊഴിലും സാമ്പത്തിക വളർച്ചയും. നമ്മൾ പഠിക്കുന്നത് എന്തിനാണ്? മാന്യമായ ഒരു തൊഴിലിനും സാമ്പത്തികമായിട്ടുള്ള ഒരു വളർച്ചയ്ക്ക്. ഇത് നമ്മൾ കണക്ട് ചെയ്തങ്ങ് പോകുന്നതാണ് കേട്ടോ. അടുത്തതാണ് വ്യവസായം, നവീകരണം, അടിസ്ഥാന സൗകര്യങ്ങൾ. എന്താണ്? വ്യവസായം, നവീകരണം, അടിസ്ഥാന സൗകര്യങ്ങൾ. അടുത്ത പോയിന്റ് ആണ് അസമത്വം ലഘൂകരിക്കൽ. അതായത് സമത്വം ഉണ്ടാക്കുക. അസമത്വം ലഘൂകരിക്കൽ. സുസ്ഥിര നഗരങ്ങളും സമൂഹങ്ങളും, ഉത്തരവാദിത്ത ഉപഭോഗവും ഉൽപാദനവും, കാലാവസ്ഥ പ്രവർത്തനം, ജലത്തിനടിയിലെ ജീവൻ. ജലത്തിന് മുകളിൽ മാത്രമല്ല ജീവനുള്ളത്, ജലത്തിനടിയിലെ ജീവൻ. പിന്നെ കരയിലെ ജീവൻ, സമാധാനം, നീതി, ശക്തമായ നിയമ സ്ഥാപനങ്ങൾ, ലക്ഷ്യങ്ങൾ കൈവരിക്കാനുള്ള പങ്കാളിത്തം. ഈ 17 എണ്ണമാണ് UNOയുടെ ബ്ലഡ് ലാൻഡ് കമ്മീഷൻ അല്ലെങ്കിൽ UN മുന്നോട്ട് വെച്ചിട്ടുള്ള സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ. എടാ ഇതിനകത്തുനിന്ന് മിക്കവാറും ഇത് തന്നിട്ട് മുകളിൽ പറഞ്ഞവ എല്ലാ ഉത്തരം വരാനേ സാധ്യതയുള്ളൂ. കാരണം ഏകദേശമുള്ള എല്ലാ പോയിന്റും എഴുതിയിട്ടുണ്ട്, ഇതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഉള്ളത് ഏതൊക്കെയാണെന്ന് അറിഞ്ഞാലേ നമുക്ക് ഉത്തരം എഴുതാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എന്ത് ചെയ്യുക? ഒന്നും കൂടി റിപ്പീറ്റ് അടിച്ച് ഈ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ 17 എന്ത് ചെയ്യുക? ഒന്നും കൂടി ഒന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് 13ാമത്തെ ക്വസ്റ്റ്യൻ. നമ്മുടെ C കോഡിലെ 13ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഐക്യരാഷ്ട്ര സംഘടനയുടെ ബ്ലഡ് ലാൻഡ് കമ്മീഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ബോക്സ് തന്നിട്ടുള്ളത്. അതുപോലെ എടുത്ത് ചോദിച്ചതാണ്. അപ്പോൾ എന്ത് ചെയ്യുക? അതും കൂടി ഒന്ന് നോക്കി വെച്ചേക്കാം. അടുത്ത ഏതാണ്? അടുത്ത 17ാമത്തെ ക്വസ്റ്റ്യൻ ആണ് നഷ്ടപരമായ നശീകരണം എന്ന ആശയം ആവിഷ്കരിച്ചത് ഇവരിൽ ആരാണ്? നഷ്ടപരമായ നശീകരണം. നമുക്ക് ഏകദേശം ബാക്കി 3 ഓപ്ഷൻ നമ്മൾ സ്ഥിരം കേൾക്കുന്ന ഓപ്ഷൻസ് ആണ് അല്ലേ? അതിൽ ഒരെണ്ണം മാത്രമല്ലേ അല്ലേ? ആ ബാക്കിയുള്ള ഡേവിഡ് റിക്കാർഡോ കേട്ടിട്ടില്ലേ? കാൾ മാർക്സ് കേട്ടിട്ടില്ലേ? ജെയിം കെയ്ൻസ് കേട്ടിട്ടില്ലേ? പഠിക്കുന്ന ഒരാളാണെങ്കിൽ ഇവര് 3 ഇത് പറഞ്ഞിട്ടില്ല എന്ന് അറിയാം. അങ്ങനെയാണെങ്കിൽ ഉത്തരം ആരാണ്? J.A. ഷുംപീറ്റർ. ഏതാണ്? J.A. ഷുംപീറ്റർ. അപ്പൊ നമുക്ക് വന്നിട്ടുള്ളത് എവിടെ നിന്നാണെന്ന് ചോദിച്ചാ എവിടെ നിന്നാണ്? കിട്ടിയില്ലല്ലേ? അപ്പൊ 8ാം ക്ലാസ്സിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഏതാണ്? 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ചാപ്റ്റർ 4. 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 4ാമത്തെ ചാപ്റ്ററിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം. അതിനകത്ത് ഈ ആൾക്കാരെ 4 പേരെ എന്താണ് പടം വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്നാമത്തെ ഇതാടക്കുന്ന ചുംബിട്ട് ഈ 4 പേര് ഫോട്ടോ ഇങ്ങനെ നിരന്നിരിപ്പുണ്ട്. 4 പേരുടെ ഫോട്ടോയുടെ അടിയിൽ ഈ 4 പേരുടെ പേരും ഉണ്ട്. അതിൽ ഒരാളാണ് ആര്? ഈ ചുംബിട്ട്. അപ്പൊ നമുക്ക് അതെല്ലാം വായിച്ചു നോക്കിയാലോ? നോക്കാം.
ബ്രിട്ടീഷ് സാമ്പത്തിക ശാസ്ത്രജ്ഞനായ ആര്? ഡേവിഡ് റിക്കാർഡോ. നമ്മൾ ആദ്യം പറയാൻ പോകുന്ന ആരെ കുറിച്ചാണ്? ഡേവിഡ് റിക്കാർഡോ. അപ്പോ ബ്രിട്ടീഷ് സാമ്പത്തിക ശാസ്ത്രജ്ഞനായ ഡേവിഡ് റിക്കാർഡോ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാരം വഴി ഇരു രാജ്യങ്ങളിലെയും ക്ഷേമം വർദ്ധിക്കും അല്ലേ? രണ്ട് രാജ്യങ്ങൾ തമ്മിൽ വ്യാപാരം ചെയ്താൽ രണ്ട് രാജ്യങ്ങളിലെ ക്ഷേമം വർദ്ധിക്കൂലേ? അപ്പൊ ക്ഷേമം വർദ്ധിക്കുമെന്ന സിദ്ധാന്തം കൊണ്ടുവന്നു. ഭൂമിയുടെ പാട്ടത്തെ സംബന്ധിച്ച ഇദ്ദേഹത്തിന്റെ പാട്ട സിദ്ധാന്തം. അപ്പോൾ ഡേവിഡ് റിക്കാർഡോയുടെ തിയറിയാണ് തിയറി ഓഫ് റെന്റ് അല്ലെങ്കിൽ പാട്ട സിദ്ധാന്തം. എന്താണ്? തിയറി ഓഫ് റെന്റ് അല്ലെങ്കിൽ പാട്ട സിദ്ധാന്തം. അതാണ് അതിനകത്ത് അദ്ദേഹത്തിനെ കുറിച്ച്. അപ്പം മിക്കവാറും അടുത്ത പരീക്ഷയ്ക്ക് ചോദിക്കാം പാട്ട സിദ്ധാന്തം എന്ന ആശയം ആരുടേതാണെന്നാണ്. അല്ലെങ്കിൽ തിയറി ഓഫ് റെന്റ് ആരുടേതാണ്? ഡേവിഡ് റിക്കാർഡോ. അടുത്ത രണ്ടാമത്തെ ആളാണ് കാൾ മാക്സ്. കാൾ മാക്സ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ആളാണ്. അപ്പൊ നോക്കിയോ, ജർമ്മനാണ്. ജർമ്മൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനും തത്വചിന്തകനുമായ കാൾ മാക്സ്. അദ്ദേഹത്തിന്റെ ആണ് തിയറി ഓഫ് സർപ്ലസ് വാല്യൂ. എന്താണ്? തിയറി ഓഫ് സർപ്ലസ് വാല്യൂ, മിച്ച മൂല്യ സിദ്ധാന്തം. അപ്പൊ മിച്ച മൂല്യ സിദ്ധാന്തമാണ് ആരുടേത്? കാൾ മാക്സ്. അപ്പൊ കാൾ മാക്സിന്റെ ഏതാണ്? മിച്ച മൂല്യ സിദ്ധാന്തം ആവിഷ്കരിച്ചു. മാക്സിന്റെ അഭിപ്രായത്തിൽ ഉൽപാദനത്തിന്റെ അടിസ്ഥാനം തൊഴിലാളികളുടെ അധ്വാനമാണ്. ഇവിടെ തൊഴിലാളികൾ അധ്വാനിച്ചുകൊണ്ടല്ലേ നമുക്ക് ഉൽപാദനം കിട്ടുന്നത്. അപ്പൊ ഉൽപ്പന്നത്തിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ എന്താണ്? തൊഴിലാളികളുടെ അധ്വാനമാണ്. എന്നാൽ ഇതിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമേ ആർക്ക് കിട്ടുന്നുള്ളൂ? ഈ തൊഴിലാളികൾക്ക് കിട്ടുന്നുള്ളൂ. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്? ഇതിന്റെ കുറച്ച് ഭാഗം മാത്രം തൊഴിലാളിക്ക് നൽകിയിട്ട് അതിന്റെ ഭൂരിഭാഗവും ആര് കൊണ്ടുപോകുന്നു? മുതലാളിമാര് കൊണ്ടുപോകുന്നു. അതിനെയാണ് അദ്ദേഹം എന്ത് പറഞ്ഞത്? മിച്ച മൂല്യം അല്ലെങ്കിൽ സർപ്ലസ് വാല്യൂ എന്ന് പറഞ്ഞ പുസ്തകത്തിലൂടെ ചൂണ്ടിക്കാണിച്ചത്. അപ്പോൾ മിച്ച മൂല്യ സിദ്ധാന്തം ആരുടേതാണ്? കാൾ മാക്സിന്റെ ആണ്. കാൾ മാക്സ്. അതുപോലെ നമ്മൾ ആദ്യം പറഞ്ഞ പാട്ട സിദ്ധാന്തം ആണെങ്കിൽ ആരുടേതാണ്? ഡേവിഡ് റിക്കാർഡോ. അടുത്ത ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള ആരാണ്? ജെ.എം. കെയ്ൻസ്. നമുക്കറിയാം ജെ.എം. കെയ്ൻസിനെ. ജോൺ മെയ്നാർഡ് കെയ്ൻസ് എന്നാണ് അദ്ദേഹത്തിന്റെ പൂർണ്ണനാമം. സാമ്പത്തിക മേഖലയിൽ എന്ത് കൊണ്ടുവന്നു? ഗവൺമെന്റിന്റെ ഇടപെടൽ എന്ന സിദ്ധാന്തത്തിന് വേണ്ടി വാദിച്ച സാമ്പത്തിക ശാസ്ത്രജ്ഞൻ. നമ്മുടെ എക്കണോമിക്സിന്റെ പിതാവ് ആരായിരുന്നു? ആഡം സ്മിത്ത്. അദ്ദേഹം കൊണ്ടുവന്ന ഒരു തിയറിയാണ് ലേസിയസ് ഫെയർ. അതിനകത്ത് അദ്ദേഹം എന്താണ് പറഞ്ഞത്? ഗവൺമെന്റ് ഒന്നും ഇടപെടണ്ട എന്നാണ് പറഞ്ഞത്. എന്നാൽ ഇദ്ദേഹം നേരെ തിരിച്ചാണ് എന്ത് പറഞ്ഞത്? സാമ്പത്തിക ശാസ്ത്രത്തിനകത്ത് ഗവൺമെന്റിന്റെ ഇടപെടൽ എന്നുള്ള ആശയം കൊണ്ടുവന്ന ആളാണ് ആര്? ജെ.എം. കെയ്ൻസ്. രണ്ടും കൂടെ തിരിഞ്ഞു പോവരുത്. ഗവൺമെന്റ് ഇടപെടൽ എന്ന ആശയം കൊണ്ടുവന്ന ആളാണ് ആര്? ജെ.എം. കെയ്ൻസ്. അപ്പൊ സാമ്പത്തിക മേഖലയിൽ ഗവൺമെന്റ് ഇടപെടൽ എന്ന സിദ്ധാന്തത്തിന് വേണ്ടി വാദിച്ച സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് ജെ.എം. കെയ്ൻസ്. ഗവൺമെന്റ് ഇടപെടലിലൂടെ സാമ്പത്തിക പ്രശ്നങ്ങൾ ഒരു പരിധിവരെ പരിഹരിക്കാമെന്ന് ആര് പറഞ്ഞു? ജെ.എം. കെയ്ൻസ് പറഞ്ഞു. എന്നാൽ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ ആഡം സ്മിത്ത് ലേസിയസ് ഫെയറിനകത്ത് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ 3 പേരെ പഠിച്ചു. ആദ്യം നമ്മൾ പറഞ്ഞത് പാട്ട സിദ്ധാന്തം. ആരാണ്? ഡേവിഡ് റിക്കാർഡോ. 2 മിച്ച മൂല്യ സിദ്ധാന്തം കാൾ മാക്സ്. ഇനി ഗവൺമെന്റ് ഇടപെടണം സമ്പദ് വ്യവസ്ഥയിൽ എന്ന് പറഞ്ഞ ആരാണ്? കെയ്ൻസ്. ഇനി നമ്മുടെ ഉത്തരത്തിലോട്ട് പോകാൻ 4ാമത്തെ ആളായിട്ട് കൊടുത്തിട്ടുള്ള ആളാണ് ജെ.എ. ഷുംപീറ്റർ. ആരാണ്? ജെ.എ. ഷുംപീറ്റർ. ചെക്ക് റിപ്പബ്ലിക് വംശജനായ ജെ.എ. ഷുംപീറ്റർ ആവിഷ്കരിച്ച ആശയമാണ് എന്താണ്? സൃഷ്ടിപരമായ നശീകരണം. അങ്ങനെയല്ലേ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുള്ളത്? നഷ്ടപരമായ നശീകരണം. അതായത് ക്രിയേറ്റീവ് ഡിസ്ട്രക്ഷൻ. സൃഷ്ടിപരമായ അങ്ങനെ പറ്റൂല. ഈ ഉത്തരം ശരിയായതാണ്. സൃഷ്ടിപരമായ നശീകരണം. ഓക്കെ. ഇനി വ്യവസായങ്ങളും സാങ്കേതിക വിദ്യകളും ന്യൂനത കണ്ടുപിടുത്തങ്ങളാൽ പുത്തൻ അവസരങ്ങളും വളർച്ചയും സൃഷ്ടിക്കുന്നു. എന്നാൽ നിലവിലുള്ള വ്യവസായങ്ങളും സാങ്കേതിക വിദ്യകളും ന്യൂനത കണ്ടുപിടുത്തങ്ങളാൽ തടസ്സപ്പെടുകയോ നശീകരിക്കുകയോ ചെയ്യുന്നുവെന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. അപ്പൊ അദ്ദേഹം ഈ ഒരു തിയറിക്കകത്ത് പറഞ്ഞത് ഇതാണ്: വ്യവസായങ്ങളും സാങ്കേതിക വിദ്യകളും. എന്തൊക്കെയാണ്? വ്യവസായവും സാങ്കേതിക വിദ്യ. അപ്പൊ ഈ വ്യവസായങ്ങളും സാങ്കേതിക വിദ്യകളും പുതിയ കണ്ടുപിടുത്തങ്ങൾ കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? വളർച്ച സൃഷ്ടിക്കുന്നുണ്ട്. അപ്പൊ പുതിയ കണ്ടുപിടുത്തങ്ങളുടെ ഫലമായിട്ട് ഈ ഒരു സംഭവം എന്ത് ചെയ്യുന്നുണ്ട്? വളർച്ച സൃഷ്ടിക്കുന്നുണ്ട്. എന്നാൽ ഇപ്പൊ നിലവിലുള്ള വ്യവസായവും സാങ്കേതിക വിദ്യകളും ഉണ്ടല്ലോ, ഈ നിലവിലുള്ള വ്യവസായങ്ങളും സാങ്കേതിക വിദ്യകളും പുതിയ കണ്ടുപിടുത്തങ്ങൾ വരുന്നതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? തടസ്സപ്പെടുകയോ നശീകരിക്കുകയോ ചെയ്യുന്നുണ്ട്. ഇപ്പൊ കുറച്ച് വ്യവസായവും സാങ്കേതിക വിദ്യയും ഉണ്ട്. അതെന്ത് ചെയ്യുന്നുണ്ട്? പുതിയതായിട്ട് കണ്ടുപിടിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ നിലവിലുള്ള വ്യവസായം സാങ്കേതിക വിദ്യ എന്ത് ചെയ്യുന്നു? നശിക്കുന്നു. അതാണ് ആര് പറഞ്ഞത്? ഈ ഷുംപീറ്റർ അദ്ദേഹത്തിന്റെ നഷ്ടപരമായ അല്ലെങ്കിൽ സൃഷ്ടിപരമായ നശീകരണത്തിലൂടെ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഓക്കെ അല്ലേ? അപ്പൊ അതും എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മുടെ ടെക്സ്റ്റിനകത്തുനിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ ഏതാണ്? അടുത്ത 18ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ. 18. സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപാദന പ്രക്രിയയിൽ ഒരു രാജ്യം അഭിമുഖീകരിക്കുന്ന അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളിൽ സാങ്കേതിക വിദ്യയുടെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ചുവടെ തന്നിരിക്കുന്ന ഏത് ചോദ്യത്തിലാണ്?
എടാ അതായത് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ 8ാം ക്ലാസ്സിൽ തന്നെ വന്നിട്ടുള്ള നമ്മുടെ സ്കൂൾ ടെക്സ്റ്റിൽ നിന്ന് വന്നിട്ടുള്ളതാണ് ഇത്. നമുക്ക് ടെക്സ്റ്റ് വായിക്കുന്നവർക്ക് അല്ലെങ്കിൽ എക്കണോമിക്സ് പഠിച്ചവർക്ക് അറിയാന്നുള്ളൊരു മെയിൻ ആയിട്ടുള്ള സാധനമാണ്. നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് പ്രധാനമായിട്ട് 3 പ്രശ്നങ്ങളാണ് ഉള്ളത്. എന്തൊക്കെയാണ്? എന്തുൽപാദിപ്പിക്കണം, എത്ര അളവിൽ, എന്തുൽപാദിപ്പിക്കണം, ഏതളവിൽ, പിന്നെ എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം. സത്യം പറഞ്ഞാൽ ഇത് എക്കണോമിക്സ് പഠിക്കാത്തവന് പോലും എന്ത് ചെയ്യാൻ പറ്റും? ഉത്തരം എഴുതാൻ പറ്റും. ഓക്കെ, ടെക്സ്റ്റ് വായിച്ചവർക്ക് എഴുതാൻ പറ്റും. അപ്പൊ നമുക്ക് നോക്കാം. അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അതിലൊന്നാണ് എന്തുൽപാദിപ്പിക്കണം. ഫസ്റ്റ് എന്താണ്? എന്തുൽപാദിപ്പിക്കണം. അതിനകത്ത് കൊടുത്തിട്ടുള്ളത് ഇതാണ്. അവിടെ അതിന്റെ ആശയം എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് ജനങ്ങളുടെ ആവശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒത്തിരി ഉണ്ടല്ലേ, പക്ഷെ അതെല്ലാം നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ഉൽപ്പാദിപ്പിക്കണമെന്ന് എങ്ങനെ തീരുമാനിക്കണം? ഏറ്റവും കൂടുതൽ ആളുകൾക്ക് എന്താണോ ആവശ്യം അത് എന്ത് ചെയ്യണം? നമ്മൾ ഉൽപ്പാദിപ്പിക്കണം അല്ലേ. നമ്മുടെ ഇവിടെ നമ്മളെ ഇന്ത്യയെ സംബന്ധിച്ചാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തെ സംബന്ധിച്ചാൽ നമ്മൾ ഏറ്റവും കൂടുതൽ അരി ആഹാരമാണ് കഴിക്കുന്നത് അല്ലേ. അപ്പൊ നമ്മുടെ ഇവിടെ ഏറ്റവും കൂടുതൽ ആവശ്യം എന്താണ്? അരിയാണ്. അപ്പോ എന്താണ്? ഈ എല്ലാവർക്കും ആവശ്യങ്ങളെല്ലാം ഉണ്ട്, പക്ഷെ അതില് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഉപയോഗമുള്ളത് എന്താണോ അതാണ് എന്ത് ചെയ്യേണ്ടത്? നമ്മൾ ആദ്യം ഉൽപ്പാദിപ്പിക്കേണ്ടത്. അതാണ് എന്ത് ഉദ്ദേശിക്കുന്നത്? ഈ എന്ത് ഉൽപ്പാദിപ്പിക്കണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നോക്കിയോ, എന്തുൽപ്പാദിപ്പിക്കണം. ഓരോ രാജ്യവും ലഭ്യമായ വിഭവങ്ങളെ ഉപയോഗപ്പെടുത്തി എന്തുൽപ്പാദിപ്പിക്കണമെന്ന മുൻഗണന നിശ്ചയിക്കണം. ആ മുൻഗണന നിശ്ചയിച്ചിട്ട് അതിൽ ഏറ്റവും കൂടുതൽ മുൻഗണന ഉള്ളത് ഏതാണോ അതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഉൽപ്പാദിപ്പിക്കേണ്ടത്. ഇനി അത് കഴിഞ്ഞു. അടുത്ത രണ്ടാമത്തത് ഏതാണ്? എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, എത്ര അളവിൽ. ഓക്കെ, അത് നോക്കിയോ. എടാ എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം എന്ന് ചോദിച്ചാൽ നമുക്ക് അറിയാം എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ എന്ത് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് അവിടെ എന്ത് ചെയ്യേണ്ടത്? ഉൽപാദനം നടത്തേണ്ടത്. അത് തന്നെയാണ്. അപ്പൊ നോക്കിയോ, തൊഴിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ അധ്വാന ശേഷി, അതുപോലെ മൂലധനം എന്നിവ ഉപയോഗിച്ചാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നത്. അപ്പൊ ഇതിനെ നമുക്ക് രണ്ടടുത്തിരിക്കാം. ഒന്ന് തൊഴിൽ അധിഷ്ഠിത ഉൽപാദനം, ഒന്ന് രണ്ടെന്താണ്? മൂലധന അധിഷ്ഠിത ഉൽപാദനം നമുക്ക് പറയാം. ഇനി കൂടുതൽ തൊഴിൽ ശക്തിയും ഇത് ചോദിച്ചിട്ടുള്ളതാണ്. തൊഴിൽ ശക്തി കൂടുതലാണ്, അതായത് നമ്മുടെ ലേബർ കൂടുതലാണ്. അപ്പൊ തൊഴിൽ ശക്തി കൂടുതലും മൂലധനം എന്താണ്? കുറവാണ്. അപ്പൊ തൊഴിൽ ശക്തി കൂടുതലും കുറഞ്ഞ മൂലധനം ഉപയോഗിച്ച് ഉൽപാദനം നടത്തുന്ന രീതിയാണ് നമ്മൾ തൊഴിൽ തീവ്ര സാങ്കേതിക വിദ്യ എന്ന് വിളിക്കുന്നത്. എന്താണ്? തൊഴിൽ തീവ്ര സാങ്കേതിക വിദ്യ. എടാ ഇതിൽ ആദ്യം ആരാണ് വന്നത്? തൊഴിലല്ലേ വന്നത്. അപ്പൊ അവിടെ ആരാണ് കൂടുതൽ? തൊഴിൽ. അപ്പൊ തൊഴില് കൂടുതലും മൂലധനം കുറവാണെങ്കിൽ തൊഴിൽ തീവ്ര സാങ്കേതിക വിദ്യ. അപ്പൊ രണ്ടാമത്തെ ഏതാണ്? മൂലധന തീവ്ര സാങ്കേതിക വിദ്യ. അപ്പൊ അവിടെ ആരായിരിക്കും കൂടുതൽ? മൂലധനം കൂടുതലും തൊഴിൽ കുറവാണെങ്കിൽ അവിടെ എന്തെന്ന് വിളിക്കാം? അതിനെ മൂലധന തീവ്ര സാങ്കേതിക വിദ്യ. അതാണ് നമുക്ക് ഇതിനകത്ത് രണ്ടെണ്ണത്തിൽ, അതായത് എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം എന്നുള്ളതിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത്. അത് രണ്ടെണ്ണമാണ്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? സാങ്കേതിക വിദ്യയുടെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച്. ഇത് രണ്ടുമാണ് സാങ്കേതിക വിദ്യ. മൂലധന തീവ്രവും തൊഴിൽ തീവ്രവും. ഇതിൽ ഏതാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്? അതാണ് അവിടെ നമുക്ക് പറയാനുള്ളത്. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നത്. ഇനി മൂന്നാമത്തെ സാമ്പത്തിക പ്രശ്നമാണ് ഏത്? ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം? ഉൽപ്പാദിപ്പിച്ചല്ലോ, സമൂഹത്തിലെ എല്ലാ ജനങ്ങൾക്കും എല്ലാം ഒരുപോലെ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. സമൂഹത്തിൽ എന്താണ്? ഇതെല്ലാം വാങ്ങാൻ പ്രാപ്തിയുള്ള ആളും ഉണ്ട്, ഇതൊന്നും വാങ്ങാൻ പ്രാപ്തി ഇല്ലാത്ത ആളും ഉണ്ട് അല്ലേ. അപ്പൊ നമ്മൾ ആർക്ക് കൊടുക്കണം? ഇല്ലാത്തവന് നമ്മൾ കൊടുക്കണം. നമ്മുടെ റേഷൻ കടയിൽ തന്നെ നമുക്കറിയാം. നമ്മുടെ PDS നോക്കുകയാണെങ്കിൽ നമ്മുടെ റേഷൻ കാർഡ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഓരോ നിറം വെച്ച് തിരിച്ചിട്ടുണ്ട്. എല്ലാ ആൾക്കാർക്കും ഒരുപോലെയാണ് റേഷൻ കടയിൽ സാധനം കിട്ടുന്നത്? അല്ല. അപ്പൊ അതാണ് എന്താണ്? ഈ ആർക്ക് വേണ്ടി. അപ്പൊ സമൂഹത്തിൽ ഏറ്റവും ആവശ്യം ആർക്കാണോ അവന് കൊടുക്കുക. അതാണ് അവന് കൂടുതൽ കൊടുക്കുക. അതാണ് ആർക്ക് വേണ്ടി എന്നുള്ളത് കൊണ്ട് നോക്കിയോ. ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി ആയിരിക്കണം ഉൽപാദനം നടത്തേണ്ടത്. ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങളും സേവനങ്ങളും ജനങ്ങൾക്കിടയിൽ വിതരണം ചെയ്യപ്പെടുന്നത് എങ്ങനെയാണെന്ന് ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ അല്ലേ? അതാണ് അവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. അതും നമ്മുടെ ടെക്സ്റ്റിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ഏതാണ്? 19ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ. താഴെ തന്നിരിക്കുന്നതിൽ ഏത് വിഭാഗമാണ് സാമൂഹിക സുരക്ഷാ കോഡ് 2020 ഉൾപ്പെടാത്തത്? ഓക്കെ, ഈ പുതിയ പുസ്തകത്തിലെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇത്. നമ്മുടെ എന്താണ് 9ാം ക്ലാസ്സിലെ സാമൂഹ്യ ശാസ്ത്രം ഭാഗം 2-ലുള്ള പുസ്തകമാണ് ഇത്. ഇതിന് മുന്നേ തന്നെ ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികൾ എന്ന് പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പോ ചിലപ്പോൾ അതിലോട്ട് പോവാൻ സാധ്യതയുണ്ട്. പക്ഷെ നമ്മളിത് പഠിച്ചതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും കിട്ടിയല്ലേ. ഓക്കെ, നമ്മൾ നോക്കി. അപ്പോൾ ഇതിനകത്ത് സംഘടിത മേഖല, അസംഘടിത മേഖല എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ സാമൂഹ്യ സുരക്ഷാ കോഡ് 2020 എന്ന ഹെഡിങ്ങിൽ തന്നെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. പുസ്തകം വായിക്കുന്നവർക്ക് അറിയാം. സാമൂഹ്യ സുരക്ഷാ കോഡ് 2020, ദ കോഡ് ഓഫ് സോഷ്യൽ സെക്യൂരിറ്റി 2020 വായിച്ചു തരാം.
അസംഘടിത സംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ സാമൂഹിക സുരക്ഷിതത്വത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് 2020 രൂപീകരിച്ച നിയമമാണ് സാമൂഹിക സുരക്ഷാ കോഡ്. അപ്പൊ അതെല്ലാം നമുക്ക് തന്നിട്ടുണ്ടല്ലേ. സാമൂഹിക സുരക്ഷാ കോഡ് 2020 തന്നെയാണ് ക്വസ്റ്റ്യനില്. അപ്പോൾ സംഘടിത അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ സാമൂഹിക സുരക്ഷത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് 2020 രൂപീകരിച്ച നിയമമാണ് ഏത്? സാമൂഹിക സുരക്ഷാ കോഡ് 2020. സ്വയം തൊഴിൽ ഏർപ്പെടുന്നവർ. അപ്പൊ ഇതിനകത്ത് ആരൊക്കെയാണ് നമുക്ക് നോക്കാം. സ്വയം തൊഴിൽ ഏർപ്പെടുന്നവർ, വീട്ടുജോലിക്കാർ, ദിവസവേതനക്കാർ, അതിഥി തൊഴിലാളികൾ, ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികൾ. നമ്മുടെ 3 ഓപ്ഷൻ അതിനകത്തുണ്ട്. ഏതൊക്കെയുണ്ട്? ദിവസവേതനം ഉണ്ട്, ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികളുണ്ട്, അതിഥി തൊഴിലാളികളുണ്ട്. അപ്പൊ അതിനകത്ത് ഉത്തരം ആരാണ്? സർക്കാർ ജീവനക്കാർ. അപ്പൊ അതിനകത്ത് നോക്കിക്കോ. സ്വയം തൊഴിലിൽ ഏർപ്പെടുന്നവർ, വീട്ടുജോലിക്കാർ, ദിവസവേതനക്കാർ, അതിഥി തൊഴിലാളികൾ, ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികൾ തുടങ്ങിയവരെല്ലാം ഈ നിയമത്തിന്റെ ആനുകൂല്യം അർഹിക്കുന്നവരാണ്. അപ്പൊ സാമൂഹിക സുരക്ഷാ കോഡിന്റെ ആനുകൂല്യം അർഹിക്കുന്നവരാണ് സ്വയം തൊഴില്, അതുപോലെ വീട്ടുജോലിക്കാർ, ദിവസവേതനക്കാർ, അതിഥി തൊഴിലാളികൾ, ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികൾ. ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന തൊഴിലാളികൾക്കുള്ള ആനുകൂല്യങ്ങൾ എന്താണ്? ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന തൊഴിലാളികൾക്കുള്ള ആനുകൂല്യങ്ങൾ: അപകട ഇൻഷുറൻസ്, പ്രസവ ആനുകൂല്യങ്ങൾ, അപകട ഇൻഷുറൻസ്, പ്രസവ ആനുകൂല്യങ്ങൾ, സൗജന്യ ചികിത്സ ആനുകൂല്യങ്ങൾ, വാർദ്ധക്യകാല സംരക്ഷണം. ഇതും ഇതിന്റെ പരിധിയിൽ വരുന്നുണ്ട്. അപ്പൊ വേണമെങ്കിൽ അടുത്ത പരീക്ഷയ്ക്ക് ഇതിലേതെങ്കിലുമൊക്കെ മാറ്റി തന്നിട്ട് ചോദിക്കാം. അപ്പൊ നമ്മൾ പറഞ്ഞു സ്വയം തൊഴിലാളികളുണ്ട്, വീട്ടു ജോലിക്കാരുണ്ട്, ദിവസവേതനക്കാരുണ്ട്, അതിഥി തൊഴിലാളികളുണ്ട്, ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികളുണ്ട്. ഇനി ഇവരെ കൂടാതെ എന്ത് പറയുന്നുണ്ട്? ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്ന തൊഴിലാളികൾക്കുള്ള ആനുകൂല്യം, അപകട ഇൻഷുറൻസ്, പ്രസവ ആനുകൂല്യം, സൗജന്യ ചികിത്സ ആനുകൂല്യം, വാർദ്ധക്യകാല സംരക്ഷണം. ഇതും എന്തിന്റെ കീഴിൽ വരുന്നതാണ്? ഈ സാമൂഹ്യ സുരക്ഷാ കോഡ് 2020 കീഴിൽ വരുന്നതാണ്. പിന്നെ ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികൾ എന്ന് പറഞ്ഞ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. ഈ ബോക്സിൽ നിന്നായിരുന്നു കഴിഞ്ഞ ഒരു പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചത്. അപ്പൊ അതും കൂടി നമുക്കൊന്ന് നോക്കിയിട്ട് പോകാം. സാമൂഹിക സുരക്ഷാ ബോർഡ് 2020 ഒരു ഗിഗ് തൊഴിലാളിയെ നിർവചിക്കുന്നത് ഇപ്രകാരമാണ്. നോക്കാം. പരമ്പരാഗത തൊഴിലുടമ തൊഴിലാളി ബന്ധങ്ങൾക്ക് പുറത്ത്, പരമ്പരാഗത തൊഴിലുടമ തൊഴിലാളി ബന്ധങ്ങൾക്ക് പുറത്തുള്ള ഒരു തൊഴിൽ ക്രമീകരണത്തിൽ പങ്കെടുക്കുകയും അത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് സമ്പാദിക്കുകയും ചെയ്യുന്ന വ്യക്തിയെ വിളിക്കുന്ന പേരാണ്, അല്ലെങ്കിൽ ആ ഒരു ഇതിനെയാണ് വിളിക്കുന്നത് എന്താണ്? ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികൾ. അതായത് പണ്ട് എന്താണ് ഒരു തൊഴിലുടമ, എന്താണ് തൊഴിലാളി, ആ ഒരു സമ്പ്രദായം അതിൽ നിന്ന് പുറത്ത് വന്നിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു തൊഴിൽ ക്രമീകരണത്തിൽ പങ്കെടുത്ത് അതിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? വരുമാനം ഉണ്ടാക്കുന്നുണ്ട്. അവരെ വിളിക്കുന്ന പേരാണ് ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികൾ. നമ്മൾ സ്ഥിരം കാണുന്ന നമ്മുടെ സൊമാറ്റോ, സ്വിഗ്ഗി അതിന്റെ ഒരു ഫോട്ടോ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അവരെന്താണ്? ഡെലിവറി ബോയ്സ്. അവരൊക്കെ ഇപ്പൊ എന്താണ്? ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികളാണ്. അപ്പൊ ഇവരുടെ സവിശേഷതകൾ നോക്കാം. ഇവിടെ സവിശേഷത: ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികൾക്ക് ആവശ്യാനുസരണം കമ്പനിയുമായി ഔപചാരിക കരാറിൽ ഏർപ്പെടാൻ സാധിക്കും. അവരുടെ ആവശ്യമനുസരിച്ച് അവർക്ക് എന്ത് ചെയ്യാം? കരാറിൽ ഏർപ്പെടാം. താൽക്കാലികവും സമയബന്ധിതവുമായി പൂർത്തിയാക്കണം. അവരുടെ ജോലി എന്ന് പറഞ്ഞാൽ താൽക്കാലികമാണ്, സമയബന്ധിതമായിട്ട് എന്ത് ചെയ്യണം? പൂർത്തിയാക്കണം. ഒരേ സമയം ഒന്നിലധികം സ്ഥാപനങ്ങൾ അവർക്ക് എന്ത് ചെയ്യാം? ജോലി ചെയ്യാം. സമയത്തിനും സന്ദർഭത്തിനും അനുസരിച്ച് എന്ത് ചെയ്യാം? ജോലി ചെയ്യാം. അവരുടെ സമയം ഏതാണോ ആ സമയത്തിൽ അവർക്ക് ജോലി ചെയ്യാം. ഇന്ന് പോകണമെന്നുണ്ടോ? ഇല്ല. അവരുടെ സമയത്തിനനുസരിച്ച് അവരുടെ സന്ദർഭത്തിനനുസരിച്ച് എന്ത് ചെയ്യാം? ജോലി ചെയ്യാം. താല്പര്യമുള്ള മേഖലകളിൽ ഇവർക്ക് കഴിവുകൾ പരിശീലിക്കുക അവസരം. അതായത് എനിക്ക് ഇഷ്ടമുള്ള ജോലി ഇവിടെ ചെയ്യാം, എനിക്ക് കിട്ടിയ ജോലി തന്നെ ചെയ്യണമെന്നുണ്ടോ? ഇല്ല, എനിക്ക് ഇഷ്ടമുള്ള ജോലി ഇവിടെ ഇങ്ങോട്ട് വന്ന് എന്ത് ചെയ്യാം? നമുക്ക് മാറി ചെയ്യാനുള്ള അവസരവും ഇവിടെ ഉണ്ട്. അപ്പൊ ഇതാണ് ആ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ. അപ്പൊ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. താഴെ തന്നിരിക്കുന്നവയിൽ സാമൂഹിക സുരക്ഷാ കോഡ് 2020 ഉൾപ്പെടാത്തത് ആരെന്ന്? അപ്പൊ ദിവസവേതനക്കാരുണ്ടെന്ന് നമ്മളിപ്പോ പഠിച്ചു, ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികളുണ്ടെന്നും പഠിച്ചു, അതിഥി തൊഴിലാളികളുണ്ടെന്നും പഠിച്ചു. പിന്നെ ആരായിരിക്കും? സർക്കാർ ജീവനക്കാർ. അതിന് ഇത് പഠിക്കാത്ത ഒരാളാണെങ്കിൽ വേണമെങ്കിൽ കൂടുതൽ കയറി ചിന്തിച്ച് അതിഥി തൊഴിലാളികൾ എന്നൊക്കെ വേണമെങ്കിൽ എന്ത് ചെയ്യാം? എഴുതാം. അല്ലെങ്കിൽ ഇച്ചിരി വലിയ സെന്റൻസ് അല്ലേ എന്ന് പറഞ്ഞിട്ട് ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികൾ എന്ത് ചെയ്യാം? എഴുതാം. ഓക്കെ അല്ലേ? അടുത്ത ദിവസം ഏതാണ്? 20ാമത്തെ. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏതെന്നാണ്? പ്രസ്താവന വായിക്കുന്നത്. വായിക്കും. ശരി, വായിച്ചാൽ ശരി, വായിക്കാം. തെറ്റല്ല, നമുക്ക് തെറ്റായതാണ് ഇതിനെ കൊടുത്തിട്ടുള്ളത്. തെറ്റാക്കുക എല്ലാം വായിച്ചോ. 73 ഒന്നാമത്തെ പ്രസ്താവന. 73ഉം 74ഉം ഭരണഘടനാ ഭേദഗതികളുടെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത്. അത് ശരിയാണല്ലോ. ശരിയാണ്, നമുക്കറിയാം. അടുത്ത് 2. കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് 1990-ലാണ്. തെറ്റാണ്. നമുക്ക് അതിന്റെ ഉത്തരം പറയാം. കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അധ്യക്ഷൻ ആദ്യ കമ്മീഷണർ സുകുമാർ സെൻ ഉണ്ട്. പക്ഷെ നമുക്ക് എവിടെയാണ്? കേരളത്തിലല്ല, ദേശീയമാണ്. ഓക്കെ. കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇപ്പോഴത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാനാണ്. അത് ശരിയാണ്. അപ്പൊ ഇതിനകത്ത് ശരിയായിട്ടുള്ള 2 പ്രസ്താവനകളാണ്. 73-74 ഭേദഗതികളുടെ അടിസ്ഥാനത്തില് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നു കേരളത്തില്. പിന്നെ കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ആരായിരുന്നു? എ ഷാജഹാൻ.
അപ്പൊ ഇത് വന്നിട്ടുള്ളത് നമ്മുടെ സാമൂഹ്യ ശാസ്ത്രം 9ഉം 10ഉം എന്നാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത്. 9ാം ക്ലാസ്സിലെ ഹിസ്റ്ററിയിലെ ഭാഗം 2 ആ ഒരു ഇതെന്നാണ് നമുക്ക് ഇതിനകത്ത് ടെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ബോക്സ് ആണ്, ബോക്സിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വന്നത്. അപ്പൊ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നാണ് ഹെഡിങ്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കൂടാതെ ഓരോ സംസ്ഥാനങ്ങളിലും സംസ്ഥാനതല തെരഞ്ഞെടുപ്പ് കമ്മീഷനുകൾ ഉണ്ട്. അടുത്ത സെന്റൻസ് സെയിം ആണ്. 73, 74 ഭരണഘടനാ ഭേദഗതികളിലൂടെ സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനുകൾ നിലവിൽ വന്നു. ഭരണഘടനയുടെ 243K, 243ZA ഏതൊക്കെയാണ്? 243K, 243ZA എന്നീ അനുച്ഛേദങ്ങൾ പ്രകാരമാണ് രൂപീകരിച്ചത്. അപ്പൊ 73, 74. 73 ഏതാണ്? 243Kയും 74 243ZA. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇതിനി പഠിച്ചു വെക്കണം കേട്ടോ. അല്ല, പഠിക്കുന്നവർക്ക് അറിയായിരിക്കും, എങ്കിലും സംശയമുള്ളവരൊക്കെ ഒന്ന് കേട്ടിരിക്കുക. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള വോട്ടർ പട്ടിക തയ്യാറാക്കൽ, തെരഞ്ഞെടുപ്പിനുള്ള മേൽനോട്ടവും നിയന്ത്രണവും തുടങ്ങിയ ചുമതലകൾ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് നിർവഹിക്കുന്നത്. അപ്പൊ ഇത് നമുക്ക് എപ്പോഴും പരിശീലിച്ച് ചോദിക്കും, തെറ്റുകയും ചെയ്യും. അപ്പൊ എന്താണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള വോട്ടർ പട്ടിക തയ്യാറാക്കൽ, തെരഞ്ഞെടുപ്പിന് മേൽനോട്ടവും നിയന്ത്രണം ഇതാരാണ് ചെയ്യുന്നത്? ഈ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഓക്കെ അല്ലേ? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അംഗങ്ങളുടെ സംവരണ സ്ഥാനങ്ങൾ നിശ്ചയിക്കുന്നതും ഈ കമ്മീഷനാണ്. സംവരണം നിശ്ചയിക്കുന്നതും ആരാണ്? ഈ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അടുത്ത് നമുക്കിനെ തന്നിട്ടുള്ളത് കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്? 93 ഡിസംബർ 3. 93 ഡിസംബർ 3. അപ്പൊ കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്? 1993 ഡിസംബർ 3. അടുത്തൊരു ബോക്സ് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇത് ഈ എന്താണ് ഓപ്ഷൻസ് എല്ലാം എടുക്കുന്നത് അതിൽ നിന്ന് തന്നെയാണ്. അവർക്ക് വേറൊരിടത്തോട്ടും പോവേണ്ട ആവശ്യമില്ല. സുകുമാർ സെൻ ആയിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. അവിടെ നിന്ന് തന്നെയാണ് ആ സാധനം എടുത്ത് അവിടെ തെറ്റിച്ച് കൊടുത്തിട്ടുള്ളത്. ഓക്കെ അല്ലേ? ഇനി നോക്കിക്കോ. ഇന്ത്യയെ പോലെ വൈവിധ്യങ്ങളാൽ സമ്പന്നമായതും ഉയർന്ന ജനസംഖ്യതുമുള്ളതുമായ രാജ്യത്ത് ജനാധിപത്യ ഭരണക്രമം രൂപപ്പെടുത്തുന്നതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പ്രധാനമായിട്ടൊരു പങ്കുണ്ട്. സാമൂഹികം, സാമ്പത്തികം, ലിംഗപരം തുടങ്ങിയ അസമത്വങ്ങളാൽ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട നിരവധി ജനവിഭാഗങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്നു. ഇത്തരം ജനവിഭാഗങ്ങളെ തെരഞ്ഞെടുപ്പ് എന്ന പ്രക്രിയയുടെ ഭാഗമാക്കി എന്താണ് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ രാഷ്ട്രീയ അടിത്തറ ഉറപ്പിക്കുക എന്ന കർത്തവ്യമാണ് നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർവഹിച്ചിട്ടുള്ളത്. ഓക്കെ അല്ലേ? അപ്പൊ അതിന്റെ ആൻസർ കിട്ടിയല്ലോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എത്രാമത്തെ? 24. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ രാജ്യസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഇന്നത്തെ ഒന്നും ശരിയില്ല. അപ്പൊ നമുക്കിത് വന്നതും ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് തന്നെയാണ് കേട്ടോ. ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം. അതിനകത്ത് രാജ്യസഭ, ലോക്സഭ എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. രാജ്യസഭ പാർലമെന്റിന്റെ ഉപരിസഭയാണ് ഏത്? രാജ്യസഭ. ഇതിനകത്ത് നമുക്ക് വന്നിട്ടുള്ളത് അധോസഭ എന്നാണ്. അപ്പൊ അത് തെറ്റാണ്. അപ്പൊ പാർലമെന്റ് ഉപരിസഭയാണ് രാജ്യസഭ. രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ്. അതിൽ അംഗങ്ങൾക്കാണ് 6 വർഷ കാലാവധി ഉള്ളത്. പക്ഷെ ഇതിനകത്ത് തന്നിട്ടുള്ളത് രാജ്യസഭയുടെ കാലാവധി 6 വർഷം എന്നാണ്. അപ്പൊ അത് തെറ്റാണ്. രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ്. രാജ്യസഭയുടെ അംഗങ്ങളുടെ കാലാവധിയാണ് 6 വർഷം. ഈ അംഗങ്ങൾ എന്ത് ചെയ്യുമെന്ന് അറിയാവോ? ഓരോ 3-1 അംഗങ്ങളും ഓരോ 2 വർഷം കൂടുമ്പോഴും എന്ത് ചെയ്യും? പിരിഞ്ഞു പോകും. അപ്പൊ ഓരോ 3-1 അംഗങ്ങളും 2 വർഷം കൂടുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? പിരിഞ്ഞു പോകും. രാജ്യസഭ അംഗം എത്ര വയസ്സ് തികയണം? 30. 30-നകത്ത് എത്ര തന്നിട്ടുള്ളത്? 25. അപ്പൊ അതും തെറ്റാണ്. 30 വയസ്സാണ് രാജ്യസഭ അംഗമാകാനുള്ള പ്രായം. രാജ്യസഭയുടെ അധ്യക്ഷൻ ഉപരാഷ്ട്രപതിയാണ്. പരമാവധി അംഗസംഖ്യ എത്രയാണ്? 250. രാജ്യസഭാ അംഗങ്ങളുടെ എണ്ണം കേരളത്തിൽ നിന്ന് എത്ര പേരുണ്ട്? 9 പേരുണ്ട്. അപ്പൊ നമ്മൾ 250 എന്ന് പറഞ്ഞില്ലേ, അതിൽ 238 പേരെ തിരഞ്ഞെടുക്കുകയും ബാക്കി 12 പേരെ രാഷ്ട്രപതി എന്ത് ചെയ്യും? നോമിനേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി രാഷ്ട്രപതിയെ നീക്കാനുള്ള നടപടിക്രമം ആദ്യം എവിടെ ആരംഭിക്കണം? അത് രാജ്യസഭ. കാരണം രാജ്യസഭയുടെ ചെയർമാനാണ് ആര്? ഉപരാഷ്ട്രപതി. അതുകൊണ്ട് ഉപരാഷ്ട്രപതിയെ നീക്കം ചെയ്യണമെങ്കിൽ ആ നടപടിക്രമം ആദ്യം എവിടെയാണ് ആരംഭിക്കാനുള്ളത്? രാജ്യസഭയിലാണ്. അതുപോലെ പുതിയ അഖിലേന്ത്യാ സർവീസ് സൃഷ്ടിക്കുന്നതിന് പാർലമെന്റിനെ ചുമതലപ്പെടുത്താനുള്ള അധികാരം നിശ്ചിതമായിരിക്കുന്നതും രാജ്യസഭയ്ക്കാണ്. ജനസംഖ്യ ആനുപാതികമായി സംസ്ഥാനങ്ങൾക്ക് പ്രാതിനിധ്യം നൽകിയിരിക്കുന്ന സഭയാണ് രാജ്യസഭ. അതുകൊണ്ട് തന്നെ സംസ്ഥാനങ്ങളുടെ സഭ എന്നറിയപ്പെടുന്ന ഏതിനെയാണ്? രാജ്യസഭയാണ്. സംസ്ഥാന നിയമസഭകളിലെ തെരഞ്ഞെടുക്കപ്പെട്ട നമ്മള് MLA-മാരെ തെരഞ്ഞെടുത്ത് വിടൂലേ? ഈ MLA-മാരാണ് എന്ത് ചെയ്യുന്നത്? രാജ്യസഭാ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത്. ഓക്കെ അല്ലേ? ഇന്ത്യയിൽ ഭരണഘടന അനുസരിച്ച് ഒരു പുസ്തകമുണ്ട്, ആ പുസ്തകം തുടങ്ങിയത്. ഇന്ത്യയിൽ ഭരണഘടന അനുസരിച്ച് നിയമങ്ങൾ നിർമ്മിക്കുന്നത് പാർലമെന്റ് ആണ്. ആരാണ് നിയമം നിർമ്മിക്കുന്നത്? പാർലമെന്റ് ആണ്. നിയമങ്ങൾ അംഗീകരിക്കുന്നതിന് മുമ്പുള്ള കരട് രൂപത്തെ അറിയപ്പെടുന്ന പേരാണ് ബില്ല്. ഓക്കെ അല്ലേ? ഇനി ലോക്സഭയെ കുറിച്ചും കൂടി പറയാവേ. ടെക്സ്റ്റ് കൊടുത്തിട്ടുള്ളത് പാർലമെന്റിന്റെ അധോസഭയാണ് എന്ത്? ലോക്സഭ. ലോക്സഭയുടെ കാലാവധി
5 വർഷം. ലോക്സഭയുടെ പരമാവധി അംഗസംഖ്യ 550. നിലവിൽ എത്ര സീറ്റാണുള്ളത്? 43. നിലവിൽ 543. ലോക്സഭയുടെ അധ്യക്ഷൻ ആരായിരിക്കും? സ്പീക്കറാണ്. കേരളത്തിന് എത്ര ലോക്സഭാ മണ്ഡലങ്ങളുണ്ട്? 20. ഇനി ഭൂരിപക്ഷ സമ്പ്രദായ പ്രകാരം ലോക്സഭയിലെ അംഗങ്ങളെ ജനങ്ങൾ എന്ത് ചെയ്യുന്നു? നേരിട്ട് തിരഞ്ഞെടുക്കുന്നു. ലോക്സഭാ അംഗമാകാൻ എത്ര പ്രായമാവണം? 25 വയസ്സാകണം. ധനബില്ലിനും അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുന്നത് എവിടെയാണ്? ലോക്സഭയിലാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഉപരാഷ്ട്രപതിയെ പിരിച്ചുവിടണമെങ്കിൽ ഏത് സഭയാണ്? അല്ല, ഉപരാഷ്ട്രസഭയെ നീക്കം ചെയ്യാനുള്ളത് രാജ്യസഭയിലാണ്. എന്നാൽ ആദ്യം അവതരിപ്പിക്കേണ്ടത് രാജ്യസഭയിലാണ്. ധനബില്ലും അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുന്നത് ഏത് സഭയിലാണ്? ധനബില്ല് അവിശ്വാസ പ്രമേയം അത് ലോക്സഭയിലാണ്. അഭിജിത്താണോ? ധനബില്ല് അവിശ്വാസ പ്രമേയം ആദ്യം അവതരിപ്പിക്കുന്ന സഭ ഏതാണ്? ലോക്സഭ. ലോക്സഭയുടെ ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാരുകളുടെ രൂപീകരണവും നിലനിൽപ്പും. അപ്പൊ ലോക്സഭയിലുള്ള ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത്? സർക്കാരിന്റെ രൂപീകരണവും അതിന്റെ നിലനിൽപ്പും സാധ്യമാകുന്നത്. 29/2013 ഒരു പാർട്ടിക്കോ സഖ്യത്തിനോ ലോക്സഭയിൽ ഭൂരിപക്ഷം നഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ രാജ്യം എന്ത് ചെയ്യും? പൊതു തെരഞ്ഞെടുപ്പിലേക്ക് പോകും. അപ്പോൾ ഒരു പാർട്ടിക്കോ അല്ലെങ്കിൽ ഒരു സഖ്യത്തിനോ ലോക്സഭയിൽ ഭൂരിപക്ഷം നഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ രാജ്യം ഒരു പൊതു തെരഞ്ഞെടുപ്പിലോട്ട് പോകും. അപ്പൊ ഇതാണ് ലോക്സഭയെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. അപ്പൊ ഇതും ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അടുത്ത് നോക്കാം. അടുത്ത 25ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. MGNREGA പൂർണ്ണരൂപം എന്താണ്? മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട്. ഓക്കെ, അപ്പൊ ഇത് എന്താണ്? നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നമ്മുടെ ഇത് സാമൂഹ്യ മാറ്റവും +2 ആണ്. +2 ടെക്സ്റ്റിൽ വന്നിട്ടുള്ളതാണ്. നമ്മുടെ NCERT വന്നിട്ടുള്ളതാണ്. അപ്പൊ ഇതിനകത്ത് കുറെ യോജനകൾ നമുക്ക് പഠിക്കാനുണ്ട്. അതായത് കുറച്ച് പദ്ധതികൾ. ഇതിന് തന്നെ വേറൊരെണ്ണം കൂടെ വന്നിട്ടുണ്ട്, അന്ത്യോദയ അന്ന യോജന അല്ലേ. അപ്പൊ കുറച്ച് വന്നിട്ടുണ്ട്. അതിന് നമുക്ക് ഓരോന്നോരോന്നിട്ട് പറയാം. ആദ്യം ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത് ഏതായിരുന്നു? അത് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട് അല്ലെങ്കിൽ പ്രോഗ്രാം നമ്മൾ പറയും. അപ്പൊ നിലവിൽ വന്നത് എന്നാണ്? 2005 എന്താണ്? 2005. അപ്പൊ നോക്കിയോ, ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം നടപ്പിലാക്കിയ വർഷം 2005. ഗ്രാമീണ കുടുംബങ്ങൾക്ക് 100 ദിവസത്തെ തൊഴിലുറപ്പ് ഉറപ്പുന്ന പദ്ധതിയാണ് ഈ MNREGA. അപ്പൊ എന്താണ്? ഗ്രാമീണ കുടുംബങ്ങൾക്ക് 100 ദിവസത്തെ തൊഴിലുറപ്പ് വരുന്ന പദ്ധതിയാണ് നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട്. ആദ്യഘട്ടത്തിൽ രാജ്യത്തെ തിരഞ്ഞെടുത്ത 200 ജില്ലകളിലാണ് നടപ്പിലാക്കിയത്. ആദ്യഘട്ടത്തിൽ തിരഞ്ഞെടുത്തിട്ടുള്ള 200 ജില്ലകളിലാണ് ഇത് നടപ്പിലാക്കിയത്. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നിലവിൽ വന്ന വർഷം? ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നിലവിൽ വന്നത് 2006 ഫെബ്രുവരി 2. അപ്പൊ ഇത് നിയമം വന്നത് എന്താണെന്ന് ചോദിച്ചാൽ 2005. ഇനി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നിലവിൽ വന്നതാണെങ്കിൽ 2006 ഫെബ്രുവരി 2 ഇത് എവിടെയാണ്? ആന്ധ്രാപ്രദേശിലെ ബണ്ടിലപ്പള്ളി. എവിടെയാണ്? ആന്ധ്രാപ്രദേശിലെ ബണ്ടിലപ്പള്ളി. രാജ്യത്തെ എല്ലാ ജില്ലകളിലേക്കും തൊഴിലുറപ്പ് പദ്ധതി വ്യാപിച്ച തീയതിയാണെങ്കിൽ 2008 ഏപ്രിൽ 1. അപ്പൊ 2006 ഫെബ്രുവരി 2 ആന്ധ്രാപ്രദേശിലെ ബണ്ടിലപ്പള്ളിയിൽ നടപ്പിലാക്കി. ഇനി ഇത് മൊത്തത്തിൽ എന്നാണ്? 2008 ഏപ്രിൽ 1. തൊഴിലുറപ്പ് പദ്ധതിയെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം എന്ന് പുനർനാമകരണം ചെയ്തത് 2009 ഗാന്ധി ജയന്തി ഒക്ടോബർ 2. അപ്പൊ ഇത് ആദ്യം NREGA ആയിരുന്നു. ഇതിനെ MNREGA മാറ്റിയത് എന്നാണ്? 2009 ഒക്ടോബർ 2. ഗ്രാമങ്ങളിൽ ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും നിർമ്മാർജ്ജനം ചെയ്യുന്ന സിൽവർ ബുള്ളറ്റ് ആയി MGNREGP പദ്ധതിയെ കണക്കാക്കുന്നു. എന്താണ്? ഗ്രാമങ്ങളിൽ ദാരിദ്ര്യവും തൊഴിലില്ലായ്മ നിർമ്മാർജ്ജനം ചെയ്യുന്ന ഒരു സിൽവർ ബുള്ളറ്റ് ആയിട്ടാണ് ഈ മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ടിനെ കണക്കാക്കുന്നത്. സ്വതന്ത്ര ഇന്ത്യയിലെ ഏറ്റവും വലിയ ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയാണ് നമ്മുടെ ഈ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. എന്താണ്? സ്വതന്ത്ര ഇന്ത്യയിലെ ഏറ്റവും വലിയ ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടിയാണിത്. ഓക്കെ അല്ലേ? അടുത്ത് 30ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 30ാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട വകുപ്പ് 19 പെടാത്ത പ്രസ്താവന ഏതെന്നാണ്? ഓക്കെ, 22. ഇത് തന്നെ, ഇത് +1 അല്ലേ? 22. മൗലിക അവകാശങ്ങൾ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ +2 തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സെയിം ആണ്. +1 മൗലിക അവകാശങ്ങൾ അല്ലേ? മൗലിക അവകാശം. അതിനകത്ത് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? നമുക്കറിയാം 19 എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. അതിനകത്ത് നമുക്കൊരു 6 നമ്മൾ അതിനകത്ത് പഠിക്കുന്നുണ്ട്. അതിലില്ലാത്തത് ഏതാണ്? നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ്. അത് ഏതിലാണ് വരുന്നത്? ആർട്ടിക്കിൾ 14 സമത്വത്തിനുള്ള അവകാശത്തിനകത്താണ് അത് വരുന്നത്. അപ്പൊ അവകാശം നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിലെ അവകാശങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററിനകത്താണ്
വാങ്ങിയില്ലേ? വാ. എടുത്തില്ല. ഓക്കെ ഓക്കെ. അപ്പൊ നോക്കിയോ, മൗലിക അവകാശങ്ങള് ഭാഗം 3 പറയുന്നത്. എവിടെ നിന്നാണ് കടമെടുത്തത്? മൗലികാവകാശം അമേരിക്ക ഭാഗം 3 ആർട്ടിക്കിൾ 12 മുതൽ 35 വരെ. അതിന് സമത്വത്തിനുള്ള അവകാശം ഏത് മുതൽ ഏത് വരെ? 18 വരെ. സ്വാതന്ത്ര്യം 19 മുതൽ 22 വരെ. ചൂഷണത്തിനെതിരെയുള്ളത് 23, 24. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 25 മുതൽ 28 വരെ. സാംസ്കാരിക വിദ്യാഭ്യാസപരമായ അവകാശം 29, 30. ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശം 32 മുതൽ 35. ഇത് നമുക്ക് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ള സമത്വത്തിനുള്ള അവകാശമാണ് കേട്ടോ. അത് ആർട്ടിക്കിൾ 14 ഇതിനകത്ത് തന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് ചോദിച്ചത് ഏതാണ്? 19 അല്ലേ? 19 ആദ്യം നമുക്ക് 1A എന്താണ്? അഭിപ്രായവും ആവിഷ്കാര സ്വാതന്ത്ര്യവും. അതാണ് 19(1)A. 19(1)B സമ്മേളന സ്വാതന്ത്ര്യം. 19(1)C സംഘടനാ സ്വാതന്ത്ര്യം. 19(1)D സഞ്ചാര സ്വാതന്ത്ര്യം. 19(1)E പാർപ്പിട സ്വാതന്ത്ര്യം. 19(1)G തൊഴിൽ, വ്യാപാരം, വ്യവസായം എന്നിവയ്ക്കുള്ള സ്വാതന്ത്ര്യം. ഇത്രയാണ് 19 വരുന്നത്. അപ്പോ 19 വരുന്നത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അഭിപ്രായവും ആവിഷ്കാര സ്വാതന്ത്ര്യം, സമ്മേളന സ്വാതന്ത്ര്യം, സംഘടനാ സ്വാതന്ത്ര്യം, സഞ്ചാര സ്വാതന്ത്ര്യം, പാർപ്പിട സ്വാതന്ത്ര്യം, തൊഴിൽ, വ്യാപാരം, വ്യവസായം എന്നിവയ്ക്കുള്ള സ്വാതന്ത്ര്യം. ഇവിടെ വെച്ചോ. എവിടെ? അവിടെ തുറന്നിട്ടുണ്ടോ? തുറന്നു. ഓക്കെ, അതാണ് അതിനകത്ത് ആ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ. ഇത് മൗലിക അവകാശങ്ങളാണ്. അവകാശങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഫുൾ നമുക്ക് ടെക്സ്റ്റ് +1 ടെക്സ്റ്റിനകത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? തന്നിട്ടുണ്ട് കേട്ടോ. അടുത്ത ഏതാണ്? അടുത്ത് സാമൂഹ്യ ശാസ്ത്രത്തിന്റെ 32ാമത്തെ ചോദ്യമാണ്. 32ാമത്തത്. സുതാര്യവും ഊർജ്ജസ്വലവുമായ സർക്കാർ പദ്ധതി ചുവപ്പ് നാടയില്ലാതെ എല്ലാവരിലേക്കും സുരക്ഷിതവും വേഗത്തിലുള്ളതുമായ വിവരങ്ങൾ എത്തിച്ചേരുന്നു. വിവേചനമില്ലാതെ എല്ലാ പൗരന്മാർക്കും ലഭ്യമാകുന്ന പദ്ധതി ഈ ഗവേണൻസിനെ കുറിച്ചുള്ള ഈ പ്രസ്താവന ആരുടേതാണ്? ഓക്കെ, ഇത് നമ്മുടെ സാമൂഹ്യ ശാസ്ത്രം 10ാം ക്ലാസ്സിൽ നിന്ന് വന്നിട്ടുള്ളതാണ് കേട്ടോ. ഹിസ്റ്ററി എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് ഇത്. ഇതേപോലെ തന്നെ ഒരു ബോക്സിനകത്ത് നമ്മുടെ APJ അബ്ദുൽ കലാം പറയുന്ന ഒരു കോട്ടാണ്. അതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഇങ്ങനെ തന്നെയാണ്. സുതാര്യവും ചുറുചുറുക്കമുള്ള ഗവൺമെന്റ് പദ്ധതി എല്ലാവരിലും സുരക്ഷിതമായും വേഗത്തിലും ഡിപ്പാർട്ട്മെന്റ് തലത്തിലുമുള്ള തടസ്സങ്ങളില്ലാതെയും എത്തുന്ന വിവരങ്ങൾ എല്ലാ പൗരന്മാർക്കും യാതൊരു പക്ഷഭേദവും ഇല്ലാതെ വ്യക്തമായ സേവനം ലഭ്യമാകുന്ന പദ്ധതി എന്ന് പറഞ്ഞിട്ട് APJ അബ്ദുൽ കലാം എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഈ ഗവേണൻസിനെ കുറിച്ചിട്ട് വന്നിട്ടുള്ളതാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഈ ഗവേണൻസിനെ കുറിച്ച് നമ്മുടെ മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിന്റെ നിരീക്ഷണമാണ് മുകളിൽ നൽകിയിരിക്കുന്നത്. സുതാര്യവും പക്ഷപാതരഹിതവുമായി വേഗത്തിൽ എങ്ങനെ ഭരണരംഗം പരിഷ്കരിക്കാമെന്ന ചിന്തയാണ് ഈ ഗവേണൻസിലേക്ക് നയിച്ചത്. ശാസ്ത്ര സാങ്കേതിക രംഗത്ത് നാം കൈവരിച്ച പുരോഗതി ഭരണരംഗത്തും എന്ത് ചെയ്യുന്നുണ്ട്? പ്രയോജനപ്പെടുത്തേണ്ടതുണ്ട്. ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ ഭരണരംഗത്തെ ഉപയോഗമാണ് ഈ ഗവേണൻസ്. അപ്പൊ എന്താണ് ഈ ഗവേണൻസ്? ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ ഭരണരംഗത്തെ ഉപയോഗമാണ് ഈ ഗവേണൻസ്. ഇത് ഗവൺമെന്റ് സേവനങ്ങൾ വേഗത്തിലും എളുപ്പത്തിലും ലഭ്യമാക്കുന്നതിന് സഹായകമായി. ഹയർ സെക്കൻഡറി പ്രവേശനത്തിനുള്ള ഏകജാലക അപേക്ഷ, വിവിധ സ്കോളർഷിപ്പുകൾക്കായുള്ള ഓൺലൈൻ അപേക്ഷ തുടങ്ങിയവ ഈ ഗവേണൻസിന് ഉദാഹരണങ്ങളാണ്. ഈ ഗവേണൻസ് കൊണ്ട് പൊതുജനങ്ങൾക്ക് ഒരുപാട് എന്ത് ചെയ്യുന്നുണ്ട്? നേട്ടങ്ങൾ കിട്ടുന്നുണ്ട്. അവനെ കിട്ടൂലെന്ന്. അത് കുഴപ്പമില്ല, അവിടെ ഇരുന്നോട്ടിപ്പോ. അപ്പൊ എന്തൊക്കെയാണ് ഈ ഗവേണൻസ് കൊണ്ടുള്ള നേട്ടങ്ങൾ? സേവനത്തിനായി സർക്കാർ ഓഫീസിൽ ചെന്ന് കാത്തു നിൽക്കേണ്ട. പിന്നെ വിവര സാങ്കേതികയുടെ സഹായത്താൽ സേവനം നേടാം. സർക്കാർ സേവനം കുറഞ്ഞ ചെലവിലും വേഗത്തിലും കിട്ടുന്നുണ്ട്. പിന്നെന്താണ്? ഓഫീസുകളുടെ കാര്യക്ഷമതയും സേവനത്തിന്റെ ഗുണമേന്മയും വർദ്ധിക്കുന്നു. ഇതൊക്കെയാണ് ഈ ഗവേണൻസിനെ ക്വസ്റ്റ്യനകത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഈ കോട്ട് അതുപോലെ ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. APJ അബ്ദുൽ കലാം ആയിരുന്നു ആൻസർ. അടുത്ത ഏതാണ്? അടുത്ത 33ാമത്തത്. ഇതിലൊന്ന് തപ്പു. 33 അല്ലേ? ക്വസ്റ്റ്യൻ ഏതാണ്? ക്വസ്റ്റ്യൻ ഇതിലാണ്. ചേരുംപടി ചേർക്കാനാണ്. ലിസ്റ്റുകളെ കുറിച്ചിട്ടാണ്. ഇതിനകത്ത് കൊടുത്തിട്ടില്ലേ? വെച്ചിട്ടുണ്ട്. ഞാൻ കണ്ടായിരുന്നു. 33 എവിടെയോ ഹൗസാക്കണം. ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം. ഇതിലാണ് രാഷ്ട്രമീമാംസ അധ്യായം 7 ഫെഡറലിസം. ഞാൻ എടുത്തു വെച്ചിരുന്നേ. ഇതാ യൂണിയൻ ലിസ്റ്റ്, സംസ്ഥാന ലിസ്റ്റ്, കൺകറന്റ്. അതില് മറ്റേ ചേരുംപടി ചേർക്കാനാണ്. ഓരോന്നിൽ ഓരോന്ന് ചേർക്കാൻ വേണ്ടി ലിസ്റ്റുകളെ കുറിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. +1 ടെക്സ്റ്റ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ. 57 അല്ലേ? ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. നമുക്ക് നോക്കാം. യൂണിയൻ ലിസ്റ്റിന്റെ ഫസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഏതാണ്? വനം. വനം ഏതിനകത്താണ് വരുന്നത്?
നമുക്കറിയാം എന്താണ് സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്ന് ഒരു 5 എണ്ണത്തിനടുത്ത് എങ്ങോട്ട് കൊടുത്തു? കൺകറന്റ് ലിസ്റ്റിലോട്ട് കൊടുത്തു. വനം, വിദ്യാഭ്യാസം, അളവ് തൂക്കം, വനങ്ങളുടെയും മറ്റേ വന്യജീവികളുടെയും സംരക്ഷണം, അതുപോലെ സുപ്രീം കോടതിയും ഹൈക്കോടതി ഒഴികെയുള്ള നീതിന്യായ കോടതി. അപ്പൊ ഇത് എത്ര ഏതിനാണ് വരുന്നത്? കൺകറന്റിലാണ് വരുന്നത്. അപ്പൊ വനം ഏതിലാണ്? കൺകറന്റിലാണ്. അടുത്ത സൈബർ നിയമങ്ങൾ നമുക്കറിയാം. അവശിഷ്ടാധികാരം, സെൻസസ് ആരാണ് ചെയ്യുന്നത്? അത് യൂണിയനിലാണ്. അടുത്ത ജയില്, സംസ്ഥാനം. അപ്പൊ നമ്മുടെ +1 ടെക്സ്റ്റില് 3 ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് വിഷയങ്ങളുടെ എണ്ണവും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. യൂണിയൻ ലിസ്റ്റ് നിലവില് 100, പഴയത് 97. നിലവിൽ ഇത് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ളതാണ്. അതായത് NCERT +1 അപ്പൊ യൂണിയൻ ലിസ്റ്റിൽ നിലവിൽ 100, പഴയത് 97. സ്റ്റേറ്റ് ലിസ്റ്റിൽ നിലവിൽ 61, പഴയത് 66. കൺകറന്റ് ലിസ്റ്റിൽ 52, പഴയത് 47. അപ്പൊ ഇപ്പൊ നിലവില് യൂണിയൻ ലിസ്റ്റിൽ 100, സ്റ്റേറ്റ് ലിസ്റ്റിൽ 61, കൺകറന്റ് ലിസ്റ്റിൽ 52. അപ്പൊ നമുക്ക് നോക്കാം. യൂണിയൻ ലിസ്റ്റിൽ വരുന്നത് പ്രതിരോധം, അണുശക്തി, വിദേശകാര്യം, യുദ്ധവും സമാധാനവും, ബാങ്കിങ്, റെയിൽവേ, കമ്പി, തപാൽ, വ്യോമപഥങ്ങൾ, തുറമുഖങ്ങൾ, വിദേശ വ്യാപാരം, കറൻസി, ആദായ നികുതി. ഇതൊക്കെ എവിടെയാണ് വരുന്നത്? യൂണിയൻ ലിസ്റ്റ്. സംശയം വരുന്നത് ഇതിനകത്ത് പ്രത്യേകിച്ച് സംശയം വരാനുള്ളതൊന്നും ഇല്ല. പിന്നെ ജയിലിന്റെ കാര്യം പറയുമ്പോൾ ഒരു ജയിലിൽ നിന്ന് ഒരു കുറ്റവാളിയെ മറ്റൊരു ജയിലിലോട്ട് ഷിഫ്റ്റ് ചെയ്യുമല്ലോ, അത് ഏതിൽ വരൂല? സ്റ്റേറ്റ് ലിസ്റ്റിൽ വരൂല. അതൊക്കെ ഒന്ന് ഓർത്താൽ മതി. സംസ്ഥാനത്തിനാണെങ്കിൽ കൃഷി നമ്മുടെ ആവശ്യമാണ്, പോലീസ് നമുക്കുണ്ട്, ജയില് ഉണ്ട്, പ്രാദേശിക ഗവൺമെന്റ്, പൊതുജനാരോഗ്യം, ഭൂമിയിലുള്ള അധികാരം, മദ്യനിയന്ത്രണം നമ്മുടേതാണ് കേട്ടോ, അതായത് സ്റ്റേറ്റിൻ്റെതാണ്. പിന്നെ മൃഗസംരക്ഷണം, വ്യാപാരം, വാണിജ്യം, സംസ്ഥാനത്തെ പബ്ലിക് സർവീസ്, PSC, സംസ്ഥാനങ്ങളിലുള്ള PSC എല്ലാം നമ്മുടെ സംസ്ഥാനത്തിൻ്റെതാണ്. കൺകറന്റിൽ രണ്ടുപേർക്കും കൂടി ഉള്ളതാണ്. അപ്പൊ വിദ്യാഭ്യാസം രണ്ടുപേരും നോക്കുന്നില്ലേ? വിദ്യാഭ്യാസം, കൃഷിഭൂമി ഒഴികെയുള്ള സ്വത്തുക്കളുടെ കൈമാറ്റം, വനം, തൊഴിൽ സംഘടന, മായം ചേർക്കൽ, ദത്തെടുക്കൽ, പിന്തുടർച്ച, വിവാഹവും വിവാഹമോചനവും. ഇതൊക്കെ ഏതിലാണ് വരുന്നത്? കൺകറന്റിലാണ്. ഇനി അവശിഷ്ടാധികാരങ്ങൾ എന്ന് പറഞ്ഞൊരു ബോക്സ് തന്നെ തന്നിട്ടുണ്ട്. ഈ 3 ലിസ്റ്റിലും ഉൾപ്പെടാത്തതാണ് ഏത്? അവശിഷ്ടാധികാരം. ഉദാഹരണം സൈബർ നിയമങ്ങൾ. അവശിഷ്ടാധികാരങ്ങളിൽ നിയമനിർമ്മാണം നടത്താനുള്ള അധികാരം കേന്ദ്ര നിയമനിർമ്മാണ സഭയ്ക്കാണ്. അവശിഷ്ടാധികാരങ്ങളെ കുറിച്ചുള്ള ആർട്ടിക്കിൾ ഏതാണ്? 248. എത്രയാണ്? 248. അവശിഷ്ടാധികാരം എവിടെ നിന്നാണ് കടമെടുത്തത്? കാനഡ. അപ്പൊ അത് നമ്മുടെ +2 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. +1 ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ ഏതാണ്? അടുത്ത 35ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. തലച്ചോറിന്റെ പ്രധാനപ്പെട്ട ഭാഗമായ സെറിബ്രത്തെ കുറിച്ചുള്ള പ്രസ്താവനകൾ താഴെ കൊടുത്തിരിക്കുന്നത് ശരിയായിട്ടുള്ളത് ഏതെന്നാണ്? 1ഉം 4ഉം ആയിരുന്നു ശരി. സെറിബ്രം മനുഷ്യന്റെ തലച്ചോറിന്റെ ഏറ്റവും വലിയ ഭാഗമാണ്. അത് 1ാമത്തെ സ്റ്റേറ്റ്മെന്റ്. ചിന്തനം, ഓർമ്മ, ബുദ്ധിമുട്ടുകൾ പരിഹരിക്കൽ, ഭാഷ, തീരുമാനങ്ങൾ എന്നിവയെ നിയന്ത്രിക്കുന്നത് സെറിബ്രമാണ്. 4ാമത്തെ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ അല്ലേ? അപ്പൊ ഇത് ടെക്സ്റ്റ് ആണ്, 10ാം ക്ലാസ് ടെക്സ്റ്റിലേക്ക് വന്ന ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ബ്രെയിനിന്റെ ഒരു പടം തന്നിട്ട് ഓരോന്നിന്റെയും ഓരോ ബോക്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യം ഏതാണ്? സെറിബ്രം. മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗമാണ് സെറിബ്രം. ഗ്രേ മാറ്റർ കാണപ്പെടുന്ന ബാഹ്യഭാഗത്തെ കോർട്ടക്സ് എന്നും വൈറ്റ് മാറ്റർ കാണപ്പെടുന്ന ആന്തരഭാഗത്തെ മെഡുല്ല എന്നും അറിയപ്പെടുന്നു. പ്രശ്ന പരിഹാരം, ആസൂത്രണം, ഐച്ഛിക ചലനങ്ങൾ. നമുക്ക് ഇവിടെ സെറിബ്രം എന്ന് പറഞ്ഞ് തന്നിട്ട് ഐച്ഛിക ചലനം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ തന്നെ ചെയ്യുന്നതാണ്, നിയന്ത്രിക്കുന്നതാണ്. പക്ഷെ നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് ഹൃദയമിടിപ്പൊക്കെയാണ്, നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അത് അവിടെ തെറ്റായിരുന്നു. അപ്പോ ഐച്ഛിക ചലനങ്ങൾ, ഇതൊക്കെ ഐച്ഛിക ചലനങ്ങൾ എന്നിവയിൽ മുഖ്യ പങ്ക് വഹിക്കുന്നുണ്ട്. അടുത്ത സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഓർമ്മ, ബുദ്ധി, ചിന്ത, ഭാവന എന്നിവയുടെ കേന്ദ്രം ഏതാണ്? സെറിബ്രം ആണ്. വിവിധ ഇന്ദ്രിയ അനുഭവങ്ങൾ നമുക്ക് നൽകുന്നതും ആരാണ്? സെറിബ്രം ആണ്. അടുത്ത സെറിബെല്ലം. മസ്തിഷ്കത്തിലെ 2ാമത്തെ വലിയ ഭാഗമാണ് ഏത്? സെറിബെല്ലം. സെറിബ്രത്തിന് പിന്നിൽ താഴെയായിട്ടാണ് കാണപ്പെടുന്നത്. നമ്മുടെ സെറിബ്രത്തിന്റെ താഴെയായിട്ടാണ് ആര് കാണപ്പെടുന്നത്? സെറിബെല്ലം കാണപ്പെടുന്നത്. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് ശരീരത്തിന്റെ തുലന നില നിലനിർത്താൻ സഹായിക്കുന്ന ആരാണ്? സെറിബെല്ലം. അത് നമ്മുടെ ഓപ്ഷനിലുണ്ട്. പക്ഷേ സെറിബ്രം ആയതുകൊണ്ട് നമുക്കത് എഴുതാൻ പറ്റില്ല, തെറ്റായിരുന്നു. അടുത്ത തലാമസ്. മസ്തിഷ്കത്തിന്റെ ആന്തരഭാഗത്താണ് കാണപ്പെടുന്നത്. സെറിബ്രത്തിൽ നിന്നുമുള്ള സന്ദേശങ്ങളുടെ പുനഃപ്രസരണ കേന്ദ്രം. ആവശ്യമുള്ളതിനെ കയറ്റിവിടുന്നു, അതിനെ തിരിച്ചെന്ത് ചെയ്യുന്നു? കൊണ്ടുപോകുന്നതൊക്കെ ചെയ്യുന്നത് ആരാണ്? തലാമസ് ആണ്. മെയിൻ ആയിട്ട് നമ്മുടെ വേദന സംഹാരികൾ പ്രവർത്തിക്കുന്നത് എവിടെയാണ്? തലാമസിലാണ്. അടുത്ത തലാമസിന് താഴെയായിട്ടാണ് ആരുള്ളത്? ഹൈപ്പോതലാമസ്. നമ്മുടെ ശരീരത്തിലെ ഊഷ്മാവ്, വിശപ്പ്, ദാഹം തുടങ്ങിയ നമ്മുടെ വികാരങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്നത് ആരാണ്? ഈ ഹൈപ്പോതലാമസ് ആണ്. അടുത്തത് നമുക്കറിയാം മെഡുല്ല ഒബ്ലാങ്കേറ്റ. നമ്മൾ പറഞ്ഞു അനൈച്ഛിക ചലനങ്ങൾ ഏതൊക്കെയാണ്? ഹൃദയമിടിപ്പ്, ശ്വാസോച്ഛ്വാസം, ഛർദി, ചുമ, തുമ്മൽ തുടങ്ങിയ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ആരാണ്? മെഡുല്ല ഒബ്ലാങ്കേറ്റ. ഓക്കെ, ഇത് നമ്മുടെ ടെക്സ്റ്റിനകത്ത് ബോക്സിൽ കൊടുത്തിട്ടുള്ളത്. അവിടെ നിന്നാണ് ക്വസ്റ്റ്യൻ വന്നത്. SCERT ആണ്. അടുത്ത് 38ാമത്തെ ക്വസ്റ്റ്യൻ.
ക്വസ്റ്റ്യൻ വായിച്ചു. CRISPR Cas9 എന്നാണ് പറയണത്. എടാ അത് നമുക്ക് അറിയാം, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ളതാണ്. ഏത് ചോദിച്ച ഏതാണ്? 10ാം ക്ലാസ്സില് ഒന്നാമത്തെ പാഠമായ ജീവന്റെ ജനിതകം എന്ന് പറഞ്ഞ മുമ്പ് ഉണ്ടായിരുന്നു, അതായത് കഴിഞ്ഞ ടെക്സ്റ്റിലും ഉണ്ടായിരുന്നു, ഈ ടെക്സ്റ്റിലും ഉണ്ട്. അപ്പൊ ജീവന്റെ ജനിതകം എന്നുള്ളതാണ്. അതിനകത്ത് നമുക്ക് അത് വായിക്കുന്നവർക്കൊക്കെ ഇതെന്താണെന്ന് അറിയായിരിക്കും. അപ്പൊ എന്താണ് ഫസ്റ്റ് ഒരു ബോക്സിനകത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്താണ്? ജീൻ എഡിറ്റിംഗിന്റെ രീതിശാസ്ത്രം വികസിപ്പിച്ചതിന് രസതന്ത്ര നോവൽ. നോബൽ എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ജീൻ എഡിറ്റിംഗിന്റെ രീതിശാസ്ത്രം വികസിപ്പിച്ചതിന് രസതന്ത്ര നോബൽ എന്ന് പറഞ്ഞൊരു ബോക്സിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ജീൻ എഡിറ്റിംഗ് മേഖലയിലെ സംഭാവനകൾക്ക് 2020 രസതന്ത്രത്തിനുള്ള നോബൽ എമ്മാനുവൽ കാർപെന്റിയർ, ജെന്നിഫർ എഡൌഡ്ന എന്നിവർ പങ്കിട്ടു. അപ്പൊ അതായത് 2020 നമ്മുടെ ഏതിന്റെ രസതന്ത്രത്തിന്റെ നോബലിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ നോക്കിയോ, DNA ജീനുകൾ അഭിലഷണീയമായ മാറ്റം വരുത്തുന്ന ജീൻ എഡിറ്റിംഗ് പ്രക്രിയയിൽ CRISPR-Cas9 അവിടെ വന്നിട്ടുണ്ട്. CRISPR-Cas9 അപ്പൊ ജീൻ എഡിറ്റിംഗ് എന്താണ്? DNA ജീനുകളിൽ അഭിലഷണീയമായ മാറ്റം വരുത്തുന്ന ജീൻ എഡിറ്റിംഗ് പ്രക്രിയയ്ക്ക് CRISPR-Cas9 എന്ന സാങ്കേതിക വിദ്യ കണ്ടെത്തിയതിനാണ് ഇവർക്ക് പുരസ്കാരം കിട്ടിയത്. ഇത് ജനിതക രോഗ ചികിത്സയ്ക്കും അവിടെ ഉണ്ട്. ജനിതക രോഗ ചികിത്സയ്ക്കും അതുപോലെ തന്നെ എന്താണ് ക്യാൻസർ ചികിത്സയ്ക്കും വിപ്ലവകരമായ പുരോഗതി ഉണ്ടാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. കീടങ്ങളെയും രോഗങ്ങളെയും പ്രതിരോധിക്കുന്ന വിളകൾ വികസിപ്പിക്കാനും ഇത് ഉപകാരപ്പെടും. 3 പോയിന്റും ഒരൊറ്റ ബോക്സിനകത്ത് കൊടുത്തിട്ടുണ്ട്. അത് എന്താണ്? അപ്പോൾ ഈ CRISPR-Cas9 മുകളിൽ പറഞ്ഞവയെല്ലാം ഉത്തരം ഇതായിരുന്നു. ജീൻ തെറാപ്പിക്ക് ഉപയോഗിക്കുന്നുണ്ട്, കാർഷിക വിളകളുടെ മയ്യപ്പെടുത്തൽ അതുപോലെ തന്നെ രോഗ ചികിത്സ, ഇതിനൊക്കെ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? ഈ CRISPR-Cas9 ഉപയോഗിക്കുന്നുണ്ട്. അത് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഒരു ബോക്സിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അടുത്ത 39ാമത്തെ എവിടെ? 39ാമത്തെ ടെക്സ്റ്റിലാണ്, പേജ് 130, പാഠം 5. 9ാമത്തെ ടെക്സ്റ്റിൽ കണ്ടുപിടിക്കണോ? അതല്ലേ 9ാമത്തത്? ഏതില് 9ാമത്തെ ടെക്സ്റ്റില്? 9ാമത്തെ ടെക്സ്റ്റില് പാഠം ഏതാണെന്ന് പറ. ബയോളജി ആണോ? ബയോളജി. ഓക്കെ, അത് വായിച്ചാൽ മതി. ഓക്കെ, അതായത് താഴെ കൊടുത്തിരിക്കുന്ന പട്ടികയിൽ നിന്നും ശരിയായ വാക്സിന്റെയും അസുഖത്തിന്റെയും ജോഡി തിരഞ്ഞെടുക്കുക. ഇത് നമ്മുടെ 9ാമത്തെ ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇതിനകത്ത് ശരിയായിട്ടുള്ള ഒരെണ്ണേ ഉള്ളൂ. ഏതാണ്? OPV പോളിയോ. ടെക്സ്റ്റ് ബുക്കിനകത്ത് നമുക്ക് കുറെ എന്താണ് രോഗങ്ങളും അതിനുള്ള ചികിത്സയും അതിനുള്ള രോഗകാരികളും അങ്ങനെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നമ്മുടെ ചാനലിൽ തന്നെ അതിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ടല്ലേ. അപ്പൊ അതിൽ നിന്ന് വന്നതാണ് ഇതിനകത്ത് ശരിയായിട്ടുള്ളത്. OPV പോളിയോ. OPV എന്ന് പറഞ്ഞാൽ ഓറൽ പോളിയോ വാക്സിൻ ആണ്. അതാണ് ഇതിനകത്ത് ശരിയായിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഒരു 10-20 ക്വസ്റ്റ്യൻ നോക്കിയിട്ടുണ്ട്. ഇനി ബാക്കി ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാം? അടുത്തൊരു പാർട്ടായിട്ട് നോക്കാം. ഓക്കെ, അടുത്ത പാർട്ടിൽ ഉടനെ തന്നെ നമ്മൾ ചെയ്യുന്നതായിരിക്കും.